പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഒരു പ്രാവശ്യം ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യങ്ങൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കൊണ്ടോട് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരണം. കർത്താവെ, വിവിധ ഭാഗത്തു നിന്ന് ഈ സെഷനിൽ പങ്കെടുക്കുന്ന ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. മുറ്റുമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥനയുടെ സമയം വരെ പ്രത്യേകം അവിടുത്തെ കൃപയുണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. സമർപ്പിക്കുന്നപ്പ മുൻകാര്യങ്ങളെ ചെയ്യുവാനോടുന്ന് വിശ്വസനാകൽ സ്തോത്രം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഇന്ന് നമ്മളോടൊപ്പം കർത്താവ് നടത്തിയ അനുഭവങ്ങളെ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ സിസ്റ്റർ സിനി വിനോദാണ്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിനി സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കേൾക്കാം. എവിടെ നിന്നാ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ചെങ്ങന്നൂര് കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ 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 സിസ്റ്റർ. നമുക്ക് കല്ലിശ്ശേരി കുറെ പെന്തക്കോസ്തുകാരുള്ള സ്ഥലമാണ് അല്ലേ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ശരി. കല്ലിശ്ശേരിയിലെ ഞാൻ 1-2 ചർച്ചിലൊക്കെ വന്ന് അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യ, എനിക്ക് തോന്നുന്നു ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒക്കെ ഒരു ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒക്കെ ഒരു ചർച്ചാന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. സിസ്റ്റർ അവിടെ ഏത് ചർച്ചിലാ? ഞാന് കല്ലുമല ചർച്ച് ഓഫ് ഗോഡ്. കല്ലുമല ചർച്ച് ഓഫ് ഗോഡില ഒരു ബ്രാഞ്ച് ചെങ്ങന്നൂർ. ഓ, ചെറിയൊരു കൂട്ടായ്മ. ജനിച്ചു വളർന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ കല്ലിശ്ശേരിയിലാണോ അതോ? ജനിച്ചു വളർന്നതൊക്കെ പാസ്റ്റർ ഞാൻ വയനാട്ടിൽ. ആഹാ, ഒത്തിരി ദൂരെയാണല്ലോ വയനാട്. വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലം. ഓ, അത് ശരി, മാനന്തവാടിക്കാരിയാണ്. ശരി. അപ്പൊ ചെങ്ങന്നൂരേക്ക് എത്തിയത്? എന്റെ അമ്മയുടെ വല്യമ്മയുടെ വീട് പാലായിൽ. ഞങ്ങൾ പാലായിന്ന് പോയവർ. ഓക്കെ, ശരി. സിസ്റ്റർ കേൾക്കാൻ ട്രബിൾ ഉണ്ടോ? ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. സൗണ്ട് കുറവില്ലല്ലോ അല്ലേ? ഓക്കെ, ശരി. ഞാൻ ചോദിച്ചത് വയനാട്ടിൽ നിന്ന് ചെങ്ങന്നൂർ എത്തിയത്, ഇത്രയും ദൂരം എത്തിയത്? അത് വലിയൊരു സാക്ഷ്യമാണ് പാസ്റ്റർ, പറയാം. ശരി. അപ്പോൾ ആ സാക്ഷ്യമൊക്കെയാണ് നമുക്ക് കേൾക്കേണ്ടത്. ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളെയൊക്കെ നേരിട്ടല്ലേ? കർത്താവ് കൂടിയിരുന്നു. ഒരു വലിയ ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയ സിസ്റ്ററുടെ വളരെ വ്യത്യസ്തതയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞങ്ങൾ പ്രത്യാശിക്കുക അനേക ദൈവമക്കൾക്ക് ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ചുരുക്കമായിട്ട് മാതാപിതാക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം കേട്ടോ. പറഞ്ഞിട്ട് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആസാദി ചാനലിലൂടെ പ്രിയ അഭിഷിക്ത, പ്രിയ പ്രേക്ഷകര് ഏവർക്കും, എന്നെ പ്രിയ ദേവദാസിനെ പരിചയപ്പെടുത്തിയ പ്രിയ മിനി സജി വർഗീസ് സിസ്റ്റർ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് സിനി വിനോദ് എന്നാണ്. ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജനിച്ച് വളർന്നതൊക്കെ മാനന്തവാടി, വയനാട് മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹല്ലേലൂയ. അവിടെ ഇപ്പോൾ എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഒക്കെ കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. എനിക്ക് 4 സഹോദരങ്ങളാണ്. ഞാൻ രണ്ടാമത്തെ ആള്. എൻ്റെ ചേച്ചി ഇപ്പോഴിവിടെ കൊടുകുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. എൻ്റെ ഏറ്റവും ഇളയ എൻ്റെ കുഞ്ഞാങ്ങളെ ഇപ്പോൾ പാസ്റ്ററാണ്. കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലാണ്. ഇപ്പൊ ഈ 2-3 മാസമായിട്ട് ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെയാണ് ചർച്ചിൽ വരുന്നത്. ഞാനിപ്പം എനിക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞാങ്ങളെയാണ് എനിക്കിവിടെ വരുന്നത്. ഇവിടെ അടുത്തായതുകൊണ്ട് മിക്ക ദിവസം ചർച്ചയിൽ കൊണ്ടുവിടുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ
എൻ്റെ ആങ്ങളെയാണ്. പിന്നെ എൻ്റെ ഒരു ബ്രദറും കുടുംബവും എൻ്റെ ഒരു സിസ്റ്ററും കുടുംബവും വയനാട്ടിൽ തന്നെയാണ്. അവരിപ്പോഴും ഞങ്ങൾ ആർ സിയിലാണ്, റോമൻ കാത്തലിക്സ് കുടുംബ പശ്ചാത്തലത്തിലാണ് വളർന്നതും അവിടെയാണ്, അങ്ങനെയാണ് ജനിച്ചതും ഒക്കെ. ദൈവമൊക്കെ അറിയാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. മാതാവാണല്ലോ കൊന്തയൊക്കെ ചൊല്ലി നടക്കുന്ന ഒരു സമയം. ബൈബിൾ എന്താണെന്നൊന്നും അറിയത്തില്ല. കൊന്ത ചൊല്ലാനും അങ്ങനെ എഴുതി വെച്ച പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാനും അറിയത്തുള്ളൂ. ഒരു ഏലിയാവിനെ അറിയാം, ഒരു ദാവീദിനെ അറിയാം, ഒരു ഗോലിയാത്തിനെ അറിയാം, മോശയെ അറിയാം. ഇങ്ങനെ മാത്രമേ അറിയത്തുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ പഠിച്ചു എങ്കിലും, സൺഡേ സ്കൂള് 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചുവെങ്കിലും വചനവുമായിട്ട് വേദോത്സവമായിട്ട് വലിയ അറിവൊന്നും ഇല്ലാതെ, സത്യം പറഞ്ഞാല് ഒരു ആത്മീയ കുടുംബം. എൻ്റെ ചാച്ചനൊരു തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എങ്കിലും ഭയങ്കര ഭക്തി ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലെയാണ്. എൻ്റെ വെല്ലുമിച്ചി ഭയങ്കര ഒരു ഭക്തയായ ഒരു അമ്മച്ചിയായിരുന്നു. പിന്നെ എൻ്റെ ആന്റിമാർ അതിനേക്കാളും വലിയ ഭക്തരായിട്ട് ആർ.സിയിൽ എപ്പോഴും രാവിലെ പള്ളിയിൽ പോവുകയും, പള്ളിയിലാകെ പോകുന്നത് 6 മണിക്ക് കുർബാന തുടങ്ങിയാൽ ഒരു 6:45 വരെയുള്ളൂ. ഒരു 6:30, ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറൊക്കെ ഉള്ളൂ കുർബാനയെങ്കിലും രാവിലെ പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലാണ് വളർത്തപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ഞാൻ എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. ഞാനിപ്പോൾ ചെങ്ങന്നൂരാണ് എൻ്റെ അച്ചായൻ്റെ വീട്. അവിടെ എത്തിയതിന് ശേഷമാണ് ഈ സത്യം അറിയാനൊക്കെ ഇടയായത്. ഇപ്പോൾ എൻ്റെ 2 മക്കള് അവര് ഒരാള് പഠിച്ചു കഴിഞ്ഞു, ഒരാള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ 2 പേരും എറണാകുളത്താണ്, ഞാൻ കല്ലിശ്ശേരിയിലാണ്. ഹല്ലേലൂയ. എൻ്റെ അച്ഛൻ ഇപ്പൊ ഒരു 8 വർഷമായി. കഴിഞ്ഞ 13-ാം തീയതി, ഈ മാസം 2-ാം മാസം 13-ാം തീയതി 8 വർഷമായി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ട്. ഒരു സുവിശേഷകനായിരുന്നു. അനേക ആത്മാക്കളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. ഞങ്ങൾ 2005 മുതൽ ഞങ്ങള് ആത്മാക്കളെ നേടുന്നുണ്ട്. 2005 പ്രാർത്ഥിക്കാനോ ഒന്നും അറിയത്തില്ല. എങ്കിലും ഒരു മരണകരമായ അനുഭവത്തിലൂടെ എൻ്റെ അച്ഛൻ കടന്നു പോയതുകൊണ്ട് അന്ന് മുതൽ ആത്മാക്കളെ നേടുന്നുണ്ടായിരുന്നു, 2018 വരെ. ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇപ്പൊ ഞാനും കർത്താവിന്റെ വേലയിലായിട്ട് അച്ഛൻ 2-ാം മാസം പോയി, 3-ാമത്തെ ദിവസം ഞാൻ കർത്താവിന്റെ സന്നിധി സമർപ്പിച്ച് പൂർണ്ണമായി സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കും. ശരി സിസ്റ്റർ, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടെന്നറിയാം. അതുകൊണ്ട് ചെറിയ പ്രായം മുതലേ ഉള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്കൊരു വചനം വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം മുതൽ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനു പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴെ അല്ല, തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ ആസാദി ചാനലിലൂടെ ഹല്ലേലൂയ ഒരു മഹിമ കണ്ട, നമ്മുടെ ശീമോൻ പത്രോസ് ലേഖനത്തിൽ എഴുതിയ പോലെ ഒരു മഹിമ കണ്ട സാക്ഷിയായി ഹല്ലേലൂയ അനേകരോട് ദൈവത്തിന്റെ അപ്പൻ നടത്തിയ വഴികളെ അറിയിക്കാനായിട്ട് കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച അഭിഷിക്തനോട്, ദാസിയോട് നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. അനേകർക്ക് ആശ്വാസമാകട്ടെ. ഞാൻ മിക്ക സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. ദേവദാസിന്റെ മിക്ക ശുശ്രൂഷയും ഞാൻ അനുഭവിക്കാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വളരെ ആശ്വാസവും അനുഗ്രഹമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ രോഹിണി എന്ന് പറഞ്ഞ ആന്റിയില്ലേ, ആ സാക്ഷ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാല് ഈ ആന്റിയുടെ ഒക്കെ മുമ്പില് ഒന്നുമില്ലാത്ത പോലെ ആയിപ്പോയി. കാരണം കർത്താവിന് വേണ്ടി ഒരുപാട് കഷ്ടതയും വേദനയും ഒക്കെ അനുഭവിക്കുന്നവര് എൻ്റെ കർത്താവിന്റെ വെളിച്ചമായി
ഹല്ലേലൂയ. ജ്യോതിസായിട്ട് നിൽക്കുന്ന അനേകർ നമ്മുടെ മധ്യേ ഉണ്ട്. ഇങ്ങനെയുള്ള ചാനലിലൊക്കെ സാക്ഷ്യം പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഇവരെ കാണുന്നത്. കോവിഡിന്റെ ശേഷം അനേക അഭിഷിക്തരെ ഹല്ലേലൂയ പരിചയപ്പെടുവാനും അവരുടെ സാക്ഷ്യങ്ങളെ കേൾക്കുവാനും ബലപ്പെടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളോടൊത്ത് ഇന്ന് അടിയനുമായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ഞാനിങ്ങനെ സാക്ഷിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ രണ്ട് വർഷം മുമ്പാന്ന് തോന്നുന്നു ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ എനിക്കിങ്ങനെ ഈ ചാനലിൽ വന്ന ഒരു സാക്ഷ്യം പറയാനൊക്കെ അവസരം കിട്ടുമോ? അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവെ എന്നെ വിളിച്ചാൽ ഞാൻ എന്തു പറയും? എനിക്ക് പരിജ്ഞാനത്തോടെ പറയാനൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ഓരോ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ, ദേവദാസന്മാരുടെ ഒക്കെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷിക്കാറുണ്ട്. കാരണം എന്ത് പ്രാഗൽഭ്യത്തോടെയാണ് കർത്താവ് അവരെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അനേകർ അത് കേട്ട് ഫലപ്പെടുന്നതായിട്ട് അനേകർ എനിക്ക് ഈ സാക്ഷിയൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ നമ്മള് വെളിച്ചമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്താണ് വെളിച്ചം, ഇല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഒക്കെ പഠിക്കുമ്പോൾ വെളിച്ചത്തിനൊരു ഫലമുണ്ട് എന്ന് നമ്മളവിടെ കാണുകയാണ്. വെളിച്ചത്തിന്റെ ഫലം സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഹല്ലേലൂയ, സ്തോത്രം. ആ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ നമ്മൾ വെളിച്ചമാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാം, ഇല്ലേ? 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിശ്വാസത്തിലാണോ? ഞാനൊരു വെളിച്ചമാണോ? ഞാൻ അനേകർക്ക് ആശ്വാസമാണോ എന്ന് ഞാൻ വേറൊരാളെ ടെസ്റ്റ് ചെയ്യാനോ പരീക്ഷിക്കാനോ അല്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, എന്നെ തന്നെ പരീക്ഷിക്കാൻ ഹല്ലേലൂയ, സ്തോത്രം ഇടയാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് ഒരു പുകയത്ത് വെച്ച തുരുത്തി പോലെ? ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഞാനിങ്ങനെ ദൈവസഭയിൽ, എൻ്റെ ബ്രദറാന്ന് തോന്നുന്നു, ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന സഭ, എൻ്റെ പാസ്റ്റർ ജോബ് തോമസ് പാസ്റ്ററാണ്. ഹല്ലേലൂയ, കല്ലുമല സഭയിലെ കല്ലുമലയിലാണ് പാസ്റ്റർ വീട്. ഇപ്പൊ ഞങ്ങളുടെ ദൈവസഭ ഇപ്പൊ ആരംഭിച്ചിട്ട് 8 വർഷമാകാൻ പോകുന്നു. ഈ ജൂലൈ വരുമ്പോൾ 8-ാം തീയതി വരുമ്പോ 8 വർഷമാകും. കൃപയാല് ഒരു പുതിയ കൂട്ടായ്മയാണ്. അനേകര് സഭയെ കടന്നു വന്നു എങ്കിലും ഞങ്ങൾക്ക് ഈ കല്ലുമല ഉപദേശം അറിയാമല്ലോ ദൈവമക്കൾക്ക്. അങ്ങനെ ആ ഒരു ഉപദേശത്തിൽ നിൽക്കുന്നതുകൊണ്ട് അനേകര് ഈ ആഭരണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അനേകര് അവര് വന്ന് രക്ഷിക്കപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചേച്ചാ പോകുന്നത്. ഹല്ലേലൂയ, അത് തന്നെ വലിയൊരു ഭാഗ്യമുണ്ട്. അവര് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നില്ല. അതോർത്തിട്ട് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പാസ്റ്റർ ഹല്ലേലൂയ, സ്തോത്രം അനുഗ്രഹമായിട്ട് നല്ല ഒരു ഇടയനെ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ എൻ്റെ പാസ്റ്റർക്ക് അസിസ്റ്റന്റ് ആയിട്ട് എൻ്റെ ബ്രദർ, എൻ്റെ കുഞ്ഞുങ്ങളെ ഉണ്ട് ഞങ്ങളുടെ കൂടെ 2-3 മാസമായി. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരും കൃപയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഞാനാണ് ആദ്യം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിലേക്ക് വരുന്നത്. എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ഞാൻ ഓർക്കുകയാണ്, ഹല്ലേലൂയ, കൊച്ചിയിലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ചാച്ചൻ ഭയങ്കര മദ്യപാനിയായ ഒരാളാണ്. ഭയങ്കര മദ്യപാനി എന്ന് പറഞ്ഞ ഒരു ചെറിയ മദ്യപാനിയല്ല, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന തരത്തിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ചാച്ചൻ. ചീട്ട് കളിക്കും, മദ്യപിക്കും, കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരല്പം, സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഒരല്പം. ഒരു പിതാവിനെ കുറ്റം പറയുവാണോ എന്ന് ചോദിച്ചാല് ചാച്ചനെ കുറ്റം പറയുമൊന്നുമല്ല. ചാച്ചൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഈ കൃപയിലേക്ക് കടന്നു വരാൻ എൻ്റെ കർത്താവ് സഹായിച്ചത്. ഹല്ലേലൂയ. ആ കുഞ്ഞിലെ അനുഭവിച്ച കഷ്ടതയും വേദനയും ഒക്കെ ആയിരിക്കാം ഇന്ന് ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽപ്പാൻ കർത്താവ് ബലം തരുന്നത്. ഹല്ലേലൂയ. അന്ന് ഭയങ്കര കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന സമയത്ത്, പിതാവ് മദ്യപിച്ചിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാകുന്ന സമയത്ത്, ഞാനിങ്ങനെ ഒരു ദിവസം 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു, ഞാനിങ്ങനെ മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, RC പള്ളിയിൽ പോകുന്ന സമയത്താ, ദൈവമേ, യഥാർത്ഥത്തിൽ നീ ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങേ ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം തരണേ, എനിക്കൊരു സമാധാനം തരണേ, അവിടുത്തെ ശബ്ദം കേൾക്കാൻ എനിക്കൊരു ഭാഗ്യം തരണേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനിത് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. ഞാനിത് ചോദിച്ചിട്ട് എനിക്ക് അന്നേ കുഞ്ഞിലെ തന്നെ ഒരു കഥ എഴുത്തും ഡയറി എഴുത്തൊക്കെ അന്നേ ഉണ്ട്.
അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഡേറ്റ് അടക്കം എഴുതി വെച്ചിരിക്കുകയാണ് ഈ ചോദ്യം. ദൈവമേ, നീ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. എനിക്ക് അങ്ങേ ഒന്ന് കാണണം. എനിക്കപ്പോ സമാധാനം ഇല്ലാത്ത ഒരു അനുഭവത്തിലാ ദൈവമക്കളെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ചാച്ചൻ മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസവും നമുക്ക് അന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ വീട്ടിൽ നല്ല സമാധാനവും സ്വസ്ഥതയും അവരൊക്കെ സമ്പത്തിൽ നമ്മളെക്കാൾ അധികം. പട്ടിണി കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പട്ടിണി കിടന്ന അനുഭവങ്ങളൊന്നും എനിക്കില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ പട്ടിണി കിടന്നു എന്നൊന്നും പറയാൻ എനിക്കില്ല. അത് ദൈവത്തിന്റെ നിരക്കാത്തതായിട്ട് നമുക്കൊന്നും പറയാൻ പാടില്ല. പട്ടിണി കിടക്കുന്നതിനേക്കാളും വലുതാണ് സമാധാനമില്ലായ്മ, ഒരു ഭയപ്പെട്ടുള്ള ഒരു ജീവിതം. ചാച്ചൻ മദ്യപിച്ചിട്ട് വരുമ്പോ ചാച്ചന്റെ ആ ഹല്ലേലൂയ സ്തോത്രം ശബ്ദം കേൾക്കുമ്പോ, മദ്യപിച്ചിട്ട് വരുന്ന ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് ഭയങ്കര വിറയ. അപ്പൊ എന്റെ വിറ കാണുമ്പോൾ എന്റെ അമ്മച്ചിക്ക് സങ്കടം. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര പേടിയാണ്. ആ പേടിച്ചിട്ടുള്ള ഒരു ജീവിതം. മിക്ക ദിവസവും ഞാനിങ്ങനെ എന്റെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ വിഷമമുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെ സാക്ഷി പറയുമ്പോൾ ഞാന് ഹല്ലേലൂയ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാളല്ല. ഞാൻ മഹിമ കണ്ട സാക്ഷിയാ. ഞാൻ ഓരോ നിമിഷവും എന്റെ ദൈവത്തെ അനുഭവിച്ച് നടക്കുന്ന ഒരാളാ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ചാച്ചൻ മദ്യപിച്ചിട്ട് വരുമ്പോൾ മിക്ക ദിവസവും കാപ്പിച്ചോട്, ഞങ്ങൾക്ക് കാപ്പിയും കുരുമുളകൊക്കെയാണ്. ഇന്ന് വസ്തുവൊക്കെ ഒരുപാട് വിറ്റ് ഒക്കെ ഒരുപാട് ഇപ്പം അധികമൊന്നുമില്ല. അന്ന് ഞങ്ങൾക്ക് ഒരുപാട് അത്യാവശ്യം വസ്തു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സാരി കൊണ്ട് ബെഡ്ഷീറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഒരു കൂടാരമൊക്കെ അടിച്ചു വെച്ചിരിക്കുക ഞങ്ങൾക്ക് രാത്രിയിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഈ ചാച്ചൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പാട്ട് പാടും, പാട്ടും പ്രസംഗവും ഒക്കെ. ചാച്ചൻ രാത്രി പ്രസംഗിക്കുക, രാവിലെ ചാച്ചൻ സുഖമായിട്ട് കിടന്നുറങ്ങും. നമുക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, മുയലുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാനും ഒന്നും പറ്റത്തില്ല. സ്കൂളിൽ പോകണം. അമ്മച്ചിയാണെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോ തുടങ്ങും കഷ്ടപ്പാട്. രാത്രി ഒരു 7 മണി വരെയും അമ്മച്ചി കഷ്ടപ്പാടാണ്. ഇങ്ങനെ പോകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു വളർന്നു വന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ കൊച്ചിലെ തന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പള്ളിയിൽ ഒരു വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോഷ്യൽ വർക്കറായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സിന് കൊണ്ടുപോകും. ബാംഗ്ലൂര് ഇങ്ങനെ ദൂരെ ഞങ്ങൾ ക്ലാസ്, ചില ഫാമുകളിലൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ക്ലാസ്, ഒരാഴ്ചത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരാറുണ്ട്. അവിടെ ഞങ്ങൾക്ക് ലഭിച്ച ക്ലാസ് ഇവിടെ വന്ന് ചർച്ചിൽ വന്ന് ഞങ്ങൾ ഈ ക്ലാസ് എടുക്കണം. അങ്ങനെ അതിനൊക്കെ കൊച്ചിലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ചർച്ചിലെ ഈ സംഘടനയെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അവിടുന്ന് കുറെ അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചർച്ചിലെ എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും എന്നെ അറിയാം. ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം എല്ലാവർക്കും എന്നെ അറിയാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു വിവാഹാലോചന വരുന്നു. എൻ്റെ ചർച്ചിൽ തന്നെ ഒരു പയ്യനുമായിട്ടാണ് വിവാഹം. അപ്പൊ ഈ ആർസിക്കാർക്ക് ഒരു നിയമമുണ്ട്. ഈ 3 മാസം നോട്ടീസ് ബോർഡ് ഇടും. ഇങ്ങനെ ഇന്നയാളുടെ മോനും ഇന്നയാളുടെ മോളും തമ്മിൽ വിവാഹിതരാകുന്നു എന്ന് നോട്ടീസ് ബോർഡിൽ ഇടാറുണ്ട്. അപ്പൊ എന്റെയും ആ പയ്യന്റെയും പേര് നോട്ടീസ് ബോർഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി തമിഴ്നാട്ടിലെ ജോലി ചെയ്യുകയാണ് ഒരു കമ്പനിയിൽ. അപ്പൊ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇങ്ങ് പോരെ, വിവാഹത്തിന്റെ ആ സമയമാകുമ്പോ ഇങ്ങോട്ട് വന്നാൽ മതി, നീ ഇങ്ങ് പോരാ. ഞാനപ്പോൾ എൻ്റെ വിവാഹമൊക്കെ ഇങ്ങനെ നിശ്ചയിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് തമിഴ്നാട്ടിലേക്ക് തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കമ്പനിയിൽ എൻ്റെ ചേച്ചി അന്ന് മാനേജറായിട്ടിരിക്കുക. അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ചേച്ചിയുടെ അടുത്തേക്ക് മാറി നിൽക്കാനായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഈ സ്വാതന്ത്ര്യം എന്നാണെന്നറിയുന്നത്. വീട്ടില് നമ്മളിങ്ങനെ ഈ കെട്ടിയടച്ച കൂട്ടില് ഇങ്ങനെ ഭയന്ന് വിറച്ച് ഒക്കെ ജീവിക്കുന്ന ഓരോ ജീവിത അനുഭവത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഒരു 2-3 വർഷം ഞാൻ മഠത്തില് കന്യാസ്ത്രീകളുടെ കൂടെയായിരുന്നു.
അവിടെയൊക്കെ എനിക്കൊരു അവിടെയും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പുറത്തോട്ടുള്ള ഒരു ജീവിതമൊന്നുമില്ല. മഠത്തിന്റെ ഉള്ളിൽ നമ്മളെ സുരക്ഷിതമായിട്ടാണ് അവർ നമ്മളെ സംരക്ഷിക്കുന്നത്. കന്യാസ്ത്രീകൾ ചർച്ചിലൊക്കെ കൊണ്ടുപോകുന്നത് രണ്ടുപേര് പുറകിൽ രണ്ടുപേര് മുൻപിലൊക്കെ നിർത്തിയാണ് നമ്മളെ ചർച്ചിലോട്ടൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കന്യാസ്ത്രീകളുടെ കൂടെ 2-3 വർഷം ജീവിച്ച ഒരു അനുഭവമുണ്ട്. അങ്ങനെ അവരോട് നന്ദിയല്ലാതെ എനിക്കൊന്നുമില്ല. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പൊ ആ ഒരു സന്തോഷവും ആ സമാധാനത്തിലൊക്കെ ജീവിച്ചു വരുന്ന സമയത്താണ് ഈ കല്യാണം നിശ്ചയിക്കുന്നതും ഈ തമിഴ്നാട്ടിലോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് എന്റെ അച്ചായനെ ഞാൻ അവിടെ വെച്ച് കാണുക. അപ്പൊ അച്ചായൻ അവിടെ ഇവിടെ വെൺമണിയില് ഒരു അടിക്കേസ്, ഒരു അടിയൊക്കെ ഉണ്ടാക്കി കേസിൽ പെട്ടിട്ട് അച്ചായൻ അവിടെ ഒളിവിൽ വന്നതാ. ഒളിവിൽ വന്നിട്ട് ചേച്ചിയുടെ കമ്പനിയിലാണ്, ചേച്ചി അവിടുത്തെ മാനേജറാണല്ലോ. അപ്പൊ ചേച്ചിയോട് ജോലി ചോദിക്കാൻ വരികയാണ്. അപ്പൊ ചേച്ചി ആ കമ്പനിയിൽ ജോലിയൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ചായനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ ആളിങ്ങനെ ക്രിസ്ത്യാനൊക്കെ പാടി, ഇങ്ങനെ താടിയൊക്കെ നീട്ടി ക്രിസ്ത്യാനൊക്കെ പാടിയാണ് നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭക്തനായ മനുഷ്യനെ പോലെ തോന്നുന്നു. അപ്പം എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാനും വലിയ വീട്ടില് പിന്നെ വിവാഹം നിശ്ചയിച്ച കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. കാരണം ആ വീട് ഓർക്കുമ്പോഴേ പേടിയാ തോന്നുന്നത്. അതുപോലത്തെ ജീവിതാന്തരീക്ഷമായിരുന്നല്ലോ. അപ്പം ഈ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൊച്ചനും ഒരു മദ്യപാനിയാ സിസ്റ്റർ. പിന്നെ അതുകൊണ്ട് ഒരു മദ്യപാനി, എന്റെ ചാച്ചനെ പോലെ തന്നെ ഒരു മദ്യപാനി. അപ്പൊ ഈ നമ്മുടെ വീട്ടുകാരൊക്കെ നോക്കുന്നത് കുടുംബം നോക്കുമ്പോൾ നല്ലൊരു കുടുംബം, നല്ലൊരു വീട്ടുകാര്, ഒരു അധ്യാപകരാ ഈ മോന്റെ പപ്പായും മമ്മിയും. അപ്പൊ അങ്ങനെ നല്ലൊരു കുടുംബത്തിലേക്കാണ് എന്നെ അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അമ്മ മുൻകൈ എടുത്തിട്ടാണ് ആ വിവാഹമൊക്കെ നിശ്ചയിച്ചിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാല് ഈ തമിഴ്നാട്ടിൽ ചേച്ചിയുടെ അടുത്ത് വന്നപ്പോ ഇതെല്ലാം അങ്ങ് മറന്നുപോകും. കാരണം ഒരു സ്വർഗത്തിലോട്ട് വന്ന പോലെ ഭയങ്കര സ്വാതന്ത്ര്യം. വീട്ടിലെ അത്രയും നല്ല ഫുഡൊന്നുമില്ല, അങ്ങനെ ഒന്നും ഫുഡ് കഴിക്കാനും ഒന്നുമുള്ള സമയമൊന്നുമില്ല തമിഴ്നാട്ടില്. അപ്പം എങ്കിലും ഭയങ്കര ഒരു സന്തോഷം ചേച്ചിയുടെ കൂടെയുള്ള ജീവിതം. അങ്ങനെ ചേച്ചി പോലും അറിയുന്നില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഇഷ്ടത്തിലാണ്. അങ്ങനെ ഈ വിനോദ് എന്ന് പറഞ്ഞ എന്റെ അച്ചായന്റെ കൂടെ ഞങ്ങള് അവിടുന്ന് ഇങ്ങോട്ടിന് പോയി. ഹല്ലേലൂയ. അപ്പോഴ് പോന്നു കഴിഞ്ഞപ്പോഴ് എന്റെ വീട് തകരുന്ന അനുഭവത്തിലേക്ക് പോയി. സാധാരണ ഒരാൾ ചെയ്യുന്ന പോലെയല്ല എന്റെ വീട്ടിൽ സംഭവിച്ചത്. എന്റെ വീട്ടിൽ സംഭവിച്ചത് എന്റെ അമ്മയും എന്റെ അമ്മച്ചി ഈ വിവാഹം നിശ്ചയിച്ച ആ സഹോദരനും രണ്ടുപേരും ആത്മഹത്യ ചെയ്യാനിടയായി. ഹല്ലേലൂയ. എന്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ 2 ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒരു ചെറിയ കാര്യമല്ല എന്റെ വീട്ടിൽ നടന്നത്. അപ്പൊ അങ്ങനെ ഞാനിതൊന്നും അറിയുന്നില്ല. കുറെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുകയാണ്. എന്റെ മാലയും ഒക്കെ എന്തോ സ്വർണ്ണമൊക്കെ ഞങ്ങൾ പണയം വെച്ചിട്ട് ഇത് എടുക്കാൻ പറ്റാതായപ്പോൾ ഈ മാല എടുപ്പിക്കാനായിട്ട് എന്റെ അമ്മച്ചിയുടെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോണത്. എന്റെ വീട്ടിൽ ഇത് സംഭവിച്ചതായിട്ടൊന്നും അന്ന് എനിക്കൊരു ബോധം ഒന്നുമില്ല. ഞാൻ ചെല്ലുമ്പോൾ മാനന്തവാടി ഞാൻ ബസ്സിലിരിക്കുമ്പോൾ എന്റെ ഇളയ അമ്മാച്ചൻ റോഡിൽ നിൽക്കുന്നുണ്ട്. അമ്മാച്ചനോട് ഞാൻ ചോദിക്കുക, അമ്മച്ചി ഇവിടെയാണോ അവിടെയാണോ, അതായത് എന്റെ വീട്ടിലാണോ അമ്മച്ചിയുടെ വീട്ടിലാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് എന്റെ അമ്മാച്ചനോട്. അപ്പൊ അമ്മാച്ചൻ എന്നോട് പറഞ്ഞു, നീ വീട്ടിലോട്ട് പൊക്കോ, അതായത് അമ്മച്ചിയുടെ വീട്ടിലോട്ട് പൊക്കോളാം. ഞാനപ്പൊ അമ്മച്ചിയുടെ വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് അവിടെ എന്റെ അമ്മച്ചിയുടെ സഹോദരിമാരും എല്ലാവരും ആ നാട്ടുകാരെല്ലാം കൂടി ഞാൻ ചെന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് എല്ലാവരും കൂടെ വരുക. എനിക്ക് കാര്യമൊന്നും അറിയത്തില്ല. അപ്പൊ എന്റെ അമ്മയുടെ സഹോദരി പറയാണ്, എന്റെ അമ്മച്ചിയുടെ സഹോദരി പറയാണ്, ഞാൻ ചോദിച്ചു അമ്മച്ചി എന്തിയെ, എന്റെ അമ്മ എന്തിയെ ആന്റി എന്ന് ചോദിച്ചപ്പോൾ, എടി അമ്മച്ചി പോയി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കള്ളവാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേവദാസി. കാരണം നമുക്ക് അങ്ങനെ ഒരു അനുഭവം അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പം ഞാന് അന്നേരം അറിഞ്ഞു, പെട്ടെന്ന് എന്നെ ഒരു റൂമിലേക്ക് ഇട്ട് അവർ പൂട്ടി. നീ ആരുടെ കൂടിയാ പോയേ, ആ പുള്ളി വരാതെ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിയാൽ മതി, കാരണം എനിക്ക് അറിയത്തില്ലതൊന്നും. അപ്പൊ പെട്ടെന്ന് എന്നോട് ഈ അമ്മയുടെ സഹോദരി തന്നെ പറഞ്ഞു, എന്റെ
അമ്മയും ആ മോനും ആത്മഹത്യ ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുക. പക്ഷേ ഞാന് പെട്ടെന്ന് ഇവരെ അച്ചായനെയും അച്ചായന്റെ ഒരു ഫ്രണ്ടിനെയും ഞാൻ പെട്ടെന്ന് വിളിച്ചു പറയാണ്. ഹോസ്പിറ്റലിലെ നമ്പരേ ഉള്ളൂ എനിക്ക്. ഈ പപ്പായുടെ എന്റെ അച്ചായന്റെ ഒരു സ്നേഹിതൻ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിലെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അന്ന് ലൈൻ ഫോൺ അല്ലേ ഉള്ളൂ, മൊബൈൽ ഫോൺ ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾക്കില്ല. അപ്പം പെട്ടെന്ന് ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചിട്ട് ജോൺ എന്നാ പേര്. ഞാനിങ്ങനെ ജോണിനോട് പറഞ്ഞു, ജോണെ എന്നെ ഇങ്ങനെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുക, നിങ്ങൾ പെട്ടെന്ന് വന്നില്ലെങ്കിൽ എന്നെ വിടത്തില്ല, ചനയും കൂട്ടിക്കൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പെട്ടെന്ന് രാത്രിയിൽ തിരിച്ചു പിറ്റേ ദിവസം വീട്ടിലെത്തി. അവര് വന്നതിന്റെ ശേഷമാണ് എന്നെ വീട്ടിൽ നിന്ന് വിടുന്നത്. കാരണം എന്റെ വീട് ഒരു തകർന്ന അനുഭവത്തിൽ കിടക്കുക. എന്റെ വീട്ടിലോട്ട് ഞാൻ പോയില്ല, എന്റെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ ഈ വന്നതും ഒക്കെ. അന്ന് അവിടെ വെച്ചാണ് ഇതെല്ലാം അറിയുന്നത്. ദൈവമക്കളെ, ഇവിടുന്ന് ഞാൻ വയനാട്ടിൽ നിന്ന് ഞാൻ പിന്നെ തമിഴ്നാട്ടിലോട്ട് വന്നു. തമിഴ്നാട്ടിൽ അധികം നാള് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടുന്ന് പാലായിൽ ഒരു 6-7 മാസം ഞാൻ പാലായിൽ എന്റെ കുടുംബത്തിന്റെ അടുത്ത് ഒരു വീട് എടുത്ത് വാടകയ്ക്ക് താമസിച്ചു. അപ്പൊ പാലായിൽ എല്ലാവരും അറിഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കര പ്രശ്നമായി. അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. അപ്പൊ അന്ന് ഞാന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മോനെ പ്രഗ്നന്റ് ആയി ഒരു 8 മാസം ആയ സമയത്ത് എന്റെ മമ്മി വന്നിട്ട്, മമ്മിയും ചേട്ടൻ പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല. അതിന് മുമ്പാണ് അനിയൻ ഇങ്ങനെ വിവാഹം കഴിച്ചെന്നൊക്കെ അവിടെ എല്ലാവരും അറിയുന്നു. അപ്പൊ ഇവർക്ക് ഞങ്ങളെ കളയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എല്ലാവരും വിനോദ് ഇങ്ങനെ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര പാട്ടായി, വെൺമണിയില് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുക. ഇവിടെ വന്ന് എന്റെ മോൻ ജനിച്ചു. ഈ മോനിലൂടെയാണ് ഞങ്ങളും എന്റെ വീട്ടുകാരും ഞങ്ങൾ വിശ്വാസിച്ച് വരുന്നവരും ഒക്കെ ഈ സത്യത്തിലേക്ക്, ഈ പ്രകാശത്തിലേക്ക് വരുവാനിടയായത്. ഹല്ലേലൂയ. മോന് ഇങ്ങനെ ജനിച്ചപ്പോഴേ അവന് അണ്ണാക്കിനൊരു വിഷമം ഉണ്ടായിരുന്നു. ഇന്ന് സർജറി ചെയ്ത മിടുക്കനാ, നന്നായിട്ട് പാട്ട് പാടും, കണ്ടാൽ പോലും അറിയത്തില്ല, അതുപോലെ മിടുക്കന എന്റെ കുഞ്ഞ്. പക്ഷെ അന്ന് ഞാൻ ആദ്യമായിട്ട് കാണുവാ ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ. ഹല്ലേലൂയ. തകർന്ന ഹൃദയത്തിലായ എന്റെ ജീവിതം. കാരണം എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ നമുക്ക് സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല. വീട്ടിൽ അടയപ്പെട്ട ഒരു ജീവിതം, ഞാൻ ഉൾമുറിയില് ഇന്ന് പുറത്തിറങ്ങാത്തൊരു ജീവിതം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വെൺമണി വന്നേച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ വീട്ടുകാരൊക്കെ എന്നെ കാണാനായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ വിനോദ് ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്നെ തന്നെ ഞാൻ വീട്ടില് ഒതുങ്ങി ഞാൻ പുറലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് ഓർത്ത്, എൻ്റെ അമ്മയെ കുറിച്ച് ഓർത്ത്, ആ സഹോദരനെ ഓർത്തൊക്കെ വളരെ ഭാരപ്പെട്ടും ഒക്കെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇങ്ങനത്തെ ഒരു വിഷമം കൂടെ. ഇവിടെ എൻ്റെ അച്ചായന് ഒരു സഹോദരൻ വിശ്വാസത്തിലാണ്, സഹോദരി വിശ്വാസത്തിലല്ല, പിന്നെ ഓർത്തഡോക്സിലാണ്. പിന്നെ മമ്മിയുണ്ട്. പപ്പ പോലീസിലായിരുന്നു. ഇവർ ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. പപ്പ മരിച്ചിട്ട് അതായത് ഈ കുഞ്ഞിലെ എൻ്റെ അച്ചായന്റെ കുഞ്ഞിലെ പപ്പ മരിച്ചു. മമ്മി നേഴ്സായിരുന്നു. ജോലിയൊക്കെ കളഞ്ഞ് മമ്മി ട്യൂഷൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയത്. വളരെ കഷ്ടപ്പെട്ട് മമ്മി മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ചായൻ എന്നെയും കൊണ്ടൊക്കെ വരുന്നത്. ഇപ്പൊ അന്ന് ഞാൻ കയറി വരുന്നത് ഒരു ഷെഡിലോട്ടാണ്. കാരണം മമ്മി ഇവിടെ വെൺമണി വന്ന് ഒരു കുറച്ച് സ്ഥലം മേടിച്ച് ഒരു ഷെഡിലൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെയും കൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു ഷെഡിലേക്കാണ് ഞാൻ വരുന്നത്. അന്ന് ഞാൻ ഞാൻ മമ്മി മർത്തോമേൻ അന്ന് പ്രാർത്ഥനയിലൊക്കെ പോകുന്നത്. അപ്പൊ മമ്മിയെ എൻ്റെ കഴുത്തേ കിടക്കുന്ന കൊന്ത, എൻ്റെ കഴുത്തേൽ ഒരു കൊന്തയുണ്ട്, പേഴ്സിൽ ഒരു കൊന്തയുണ്ട്, ബാഗിൽ ഒരു കൊന്തയുണ്ട്. ഞാനിങ്ങനെ കൊന്തയാണ്. എനിക്ക് ഒരു സെറ്റിപ്പിന് താഴെ വീണാല് ഞാൻ അത് നോക്കത്തില്ല, ഞാൻ നേർച്ച തരും. എത്രയും ദയുള്ള മാതാവേ, ഒരു 10 ചൊല്ലിയേക്കാവേ, എന്റെ സെറ്റിപ്പിന് കാണണേ എന്ന് പറഞ്ഞ് ഞാനൊരു ഭയങ്കര നേർച്ചയും ഒക്കെ നേർന്ന് കൊന്തയൊക്കെ ചൊല്ലി നടക്കുന്ന സമയം. അപ്പൊ എൻ്റെ മമ്മിയുടെ കയ്യിലോട്ട് ഞാൻ എൻ്റെ കൊന്ത ഉരു കൊടുത്തിട്ട് പറഞ്ഞു, മമ്മി എന്നെ കുരിശ് വരച്ച് കയറ്റാൻ പറഞ്ഞു. അപ്പൊ മമ്മി എന്നെ കുരിശ് വരച്ച് വീട്ടിലോട്ട് കയറ്റുവാതെ മക്കളെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആ ജീവിതാനുഭവം. അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചു. വെൺമണി
സൈമൺ പാസ്റ്ററാണ് ഞങ്ങളെ വിശ്വാസിക്കൊണ്ടിരുന്നത്. പാസ്റ്ററുടെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു സൈമൺ പാസ്റ്റർ. പാസ്റ്റർ ഇങ്ങനെ റോഡിൽ വെച്ച് ഇങ്ങനെ കണ്ടു, ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. പാസ്റ്റർക്കും വണ്ടിയില്ല, ഞങ്ങൾക്കും വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. 2000-ലാണ്. അപ്പം ഞങ്ങള് 2000-ലാന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ അച്ഛൻ ഇങ്ങനെ ബസ് നിൽക്കുമ്പോൾ പാസ്റ്ററെ കണ്ടു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഇങ്ങനെ ഒരു മോനുണ്ട്, പാസ്റ്റർ ഒന്ന് വന്നൊന്ന് പ്രാർത്ഥിക്കണേ. അപ്പൊ പാസ്റ്റർ വലിയ സാക്ഷ്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്, സഭയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം ആയിട്ടില്ല. പാസ്റ്ററെ കൂട്ടിക്കൊണ്ട് അച്ഛൻ വീട്ടിലോട്ട് വരിക. വീട്ടിൽ വന്ന് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മോന് ഒരു 5.5 മാസമായപ്പോ ആദ്യത്തെ സർജറി മോന്റെ കഴിഞ്ഞു. അവന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അവൻ ഓക്കെ ആയി. പിന്നെ സർജറി ഒക്കെ വേണമായിരുന്നു, പക്ഷെ ആ വലിയ ബുദ്ധിമുട്ട് കുഞ്ഞിന്റെ മാറിയപ്പോൾ എനിക്ക് ഇത്രയും അനുഭവിച്ചെങ്കിലും ഈ പെന്തക്കോസിലേക്ക് വരാനൊന്നും എനിക്ക് ഇഷ്ടമില്ല. കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടില് ഞങ്ങൾ പെന്തക്കോസുകാരി കള്ളന്മാരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയമാണ്. കാരണം അറിയത്തില്ല ഇതിനകത്ത് എന്താണ് പെന്തക്കോസില്, എന്താണ് ഈ പെന്തക്കോസ്, എന്താണ് പിന്നെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത, ഒന്നും അറിയത്തില്ല ദൈവമക്കളെ. ഈ എല്ലാവരും നമ്മളെ അവരിലേക്കൊന്നും അടുപ്പിക്കത്തില്ല. അങ്ങനെ ഒരു അനുഭവം, വചനവുമായിട്ടുള്ള ഒരു ബൈബിളുമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്തൊരു ജീവിതം നയിക്കുന്ന സമയം. ഹല്ലേലൂയ. അങ്ങനെ ചർച്ചിൽ പോകാൻ തുടങ്ങി. പാസ്റ്റർ നിർബന്ധിച്ചിട്ടാണ് സ്നാനപ്പെടുന്നത്. കാരണം എൻ്റെ മമ്മി പറഞ്ഞു, എടി ഞാൻ സ്നാനപ്പെടുവോ, നീ സ്നാനപ്പെടുവോ? എനിക്കിഷ്ടമില്ല സ്നാനപ്പെടാൻ. അപ്പൊ കാരണം സ്നാനപ്പെടുന്നതിന് കമ്മലും മാലയൊക്കെ ഊരണമല്ലോ. ഇത്രയും കഷ്ടതയും വേദനയും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും കമ്മലും മാലയും ഒന്നും ഊരാൻ ഇഷ്ടമില്ല. മൂക്കൂത്തി കൊണ്ട്, കമ്മലുണ്ട്, മാലയുണ്ട്, മൊത്തത്തിൽ വെള്ളക്കല്ലിൽ ഇങ്ങനെ കുളിച്ചിരിക്കുന്ന സമയം. അപ്പം ഇതൊക്കെ കഷ്ടതയും വേദനയും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ജീവിതമില്ല. പക്ഷേ മമ്മി പറഞ്ഞു, എടി നമുക്ക് കർത്താവ് നമുക്ക് ഒരു വിടുതൽ തരണ്ടേ. അപ്പൊ പപ്പ ലോകപ്രകാരം പോവും അച്ഛാന്. ഇവിടെ വന്നപ്പോൾ അറിയുന്നത് അച്ഛൻ എങ്ങനെയാ ഇവിടുന്ന് അങ്ങോട്ട് വന്നേന്ന്. സർവകലാബല്ലാപനായിട്ട് ഇവിടെ നടക്കുകയാണ്. കൂലിത്തല്ലും വണ്ടിക്കച്ചവടവും മദ്യപാനവും കുറെ ദൈവഹിതമില്ലാത്ത കുറെ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ വീടിനെ പോലെയല്ല. എൻ്റെ വീട്ടില് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും സമാധാനം എന്നാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒന്നുമില്ല, ഒരു ഷെഡ്, പാവം പിടിച്ചൊരു മമ്മി, സഹോദരൻ, ഒരു പാവൻ സഹോദരി കുടുംബം. അവരൊന്നും എന്നെ വഴക്കിടാനോ പ്രശ്നം ഉണ്ടാക്കാനോ നീ എന്തിനാ ഇറങ്ങി പോന്നേന്നോ ഒന്നും അച്ചാനും വഴക്കിടുന്നില്ല, എന്നോട് വഴക്കിടുന്നില്ല. അവർക്കൊക്കെ എന്നെ കണ്ടിട്ട് സഹതാവും. കാരണം എന്ന് വെച്ചാല് ഇദ്ദേഹം ഇങ്ങനെയാണല്ലോ. അപ്പൊ എങ്ങനെയായി തീരുമെന്നുള്ള പേടിയാ. കാരണം മമ്മി പേടിച്ചാണ് ജീവിക്കുന്നത്, എൻ്റെ അച്ചായന്റെ സ്വഭാവം കൊണ്ട്. അപ്പം ഈ അച്ഛന്റെ സ്വഭാവം അറിയാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുറകെ ഇറങ്ങി വന്നത് ആരാന്ന് കാണാനായി പുറകെ ഈ റോഡിലൊക്കെ എല്ലാരും നിൽക്കുന്നത്. അപ്പൊ എനിക്കറിയത്തില്ല. അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള ഈ വെൺമണിയിലെ കുടുംബത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹൈന്ദവ ഒരു സഹോദരി എന്നോട് ചോദിച്ചു, ഒരു ചേച്ചിയാ, എന്നോട് ചോദിച്ചു, സിനി നീ എന്തോ കണ്ടിട്ടാ വിനോദിന്റെ പുറകെ ഇറങ്ങി വന്നേ, നീ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, കൃപയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇറങ്ങി വന്നു ഇത്രയും മാസങ്ങളായല്ലോ, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നെ പട്ടിണിക്ക് ഇടുന്നില്ല, എന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. വാടക വീടൊക്കെയാണ്, എങ്കിലും എൻ്റെ വീടിന്റെ അനുഭവമല്ല, വയനാട്ടിലെ വീടിന്റെ അനുഭവമല്ല. വയനാട്ടിലെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുണ്ടെങ്കിലും ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഒരു നരകമായ ഒരു അനുഭവം. എൻ്റെ വീടിന് പറയാതിരിക്കാൻ പറ്റത്തില്ല ദേവദാസി. കാരണം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഈ ഒരു മദ്യപാനിയായ ഒരു പിതാവോ ഒരു മക്കളോ ആരെങ്കിലും ഉള്ള വീട്ടുകാരാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സമാധാനം എന്നാന്ന് അറിയാത്ത ഒരു അനുഭവം. അതിന് സ്വസ്ഥത എന്നാ, സമാധാനം എന്നാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് വലുത് സമാധാനവും സ്വസ്ഥതയും. ഹല്ലേലൂയ. ഈ സ്വസ്ഥതയും സമാധാനം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്ന കാര്യം? ഹല്ലേലൂയ. ഇങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ അവർക്ക് വേണ്ടി
ദൈവത്തോട് അപേക്ഷിക്കുക. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും, ദൈവത്തിന്റെ ആ സമാധാനവും സന്തോഷവും ആ ഭവനങ്ങളിലേക്ക് കർത്താവ് അയക്കട്ടെ. അവരെ കർത്താവ് ഉദ്ധരിക്കട്ടെ. ആ ഒരു നരകതുല്യമായ അനുഭവത്തിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്ന് കർത്താവ് അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പം ഞാനിങ്ങനെ സ്നാനപ്പെടാനായിട്ട് 2000 നവംബർ 25 സ്നാനപ്പെടാനായിട്ട് ഞാനും മമ്മിയും കൂടെ സ്നാനപ്പെടാനിടയായി. ദൈവമക്കളെ, സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ണാടി നോക്കും. കണ്ണാടി നോക്കും, കരയും. കണ്ണാടി നോക്കും, കരയും. കാരണം എന്നെ നോക്കുമ്പോ എനിക്ക് വിഷമാ. എന്റെ ആഭരണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാ എന്നെ കാണുമ്പോൾ. അപ്പൊ ഞാനിങ്ങനെ കരച്ചിലാ എന്നെ കണ്ടിട്ട്. അപ്പൊ ഞാൻ മമ്മിയോട് വഴക്കിടുവാ. എന്നെ പെന്തക്കോസ്ത് ആക്കാനാണോ കൊണ്ടുവന്നത്? കാരണം ഒരു വെളിച്ചവും ഇല്ല, സ്നാനപ്പെട്ടു വന്നു. ആ പാസ്റ്റർ നിർബന്ധിച്ചു, മമ്മി നിർബന്ധിച്ചു, ആരൊക്കെയോ നിർബന്ധിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, അത്രേ ഉള്ളൂ. സ്നാനപ്പെടുമ്പോ യാതൊരു വെളിച്ചവും എന്നിലില്ല. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്ന സമയത്ത് എന്റെ വസ്ത്രം, അപ്പം ഈ അങ്കിളുമാരും ആന്റിമാരൊക്കെ എന്നെ ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നെ കണ്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വസ്ത്രധാരണമാണ്. ഞാൻ ഇടുന്ന ചുരിദാറൊക്കെ ഒരു ഭയങ്കര ഒരു മോഡൽ നടക്കുന്ന പോലെ അങ്ങ് നടക്കുക. അപ്പൊ ഇതൊന്നും ദൈവസഭയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ നോക്കുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാ ഇവർ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്കങ്ങ് ഭയങ്കര വിഷമം. ഇവർക്ക് ഇത്രയും വിവരമില്ലേ, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഇവരാരും എന്നെ ഉപദേശിക്കാൻ വന്നിട്ടില്ല. പക്ഷെ എന്നെ ഉപദേശിച്ചത് ഒരു ആന്റി മാത്രമാണ്. ഇവിടെ ഇല്ലത്തുമേപ്പുറത്ത് ഒരു തങ്കമാന്റി ഉണ്ട്. എനിക്കത് മറക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. കാരണം ഈ നമ്മൾ ഈ എല്ലാവരും നമ്മളെ നോക്കും, ഹല്ലേലൂയ, സ്തോത്രം, ദുഷിക്കുന്നുവെങ്കിലും നമുക്ക് വേണ്ടുന്നവണ്ണം പറഞ്ഞു തരാൻ ആരുമില്ല. ഒരു ദിവസം ഫിലിപ്പപ്പച്ചൻ മരിച്ച ആ സമയം, അപ്പച്ചന്റെ ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ് ചർച്ചിൽ. എല്ലാ ദൈവമക്കളും ഇങ്ങനെ ലൈനായിട്ട് പോവുക കാണാനായിട്ട്. ഞാനും ഉണ്ട് ആ കൂട്ടത്തില്, ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്. അപ്പം ഈ തങ്ങമാമ, ഈ ആന്റി ഇല്ലത്തുമേപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ആന്റി ഉണ്ട്. അപ്പൊ ആന്റി ഞങ്ങളെ വലിയ കാര്യമാണ്. ഞങ്ങള് 2003 ഞങ്ങൾ അവിടെ താമസത്തിന് ചെന്നിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ, അവിടെ താമസത്തിന് ചെന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ആന്റി ഭയങ്കര ഇഷ്ടം ആന്റിക്ക് ഞങ്ങളെ. കാരണം ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതേ ഉള്ളല്ലോ. അപ്പം ആന്റിക്ക് ഞങ്ങളെ ദൈവമക്കളാന്ന് കേട്ടപ്പോ ആന്റിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ആന്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചു, സിനി ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഞാനും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പച്ചനെ കാണാൻ. പെട്ടെന്ന് ആന്റി എന്തിനാ വിളിക്കുന്ന? ആന്റിയുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നപ്പോ ആന്റി എന്നോട് പറഞ്ഞു, മോൾ ആ ഷോൾ ഒന്ന് പുതച്ചേ. ഞാൻ ഒരു ഇങ്ങനെ കഴുത്തേ കൂടിയൊക്കെ ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ ആന്റി ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ ആന്റിയുടെ മുഖത്ത് നോക്കി ഒന്നും കാണിച്ചില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആന്റിയെ അറിയിച്ചില്ല. പെട്ടെന്ന് ഞാൻ ആന്റി പറഞ്ഞതനുസരിച്ച് ഞാൻ ഷോൾ അങ്ങ് പുതച്ചു. പുതച്ചിട്ട് ഞാനിങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് വീട്ടിലോട്ട് പോവുക. ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാന് എന്റെ അച്ഛനോട് പറയുമോ, ആ ആന്റിക്ക് വേറെ പണിയൊന്നുമില്ല, മറ്റുള്ളവരുടെ വസ്ത്രം നോക്കലാണോ ആന്റിയുടെ പണി? ആന്റി നോക്കട്ടെ, ആന്റിയുടെ മക്കളെ നോക്കട്ടെ. വിവരമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറയാ, ആന്റിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. അപ്പൊ ഞാന് വെളിച്ചമൊന്നുമില്ല, അന്ന് ഒരു അറിവൊന്നുമില്ല. പിന്നെയാണ് ഇന്ന് ഞാൻ ആ ആന്റിയെ നന്ദിയോടെ ഓർക്കാറുണ്ട്. കാരണം ഒരു മാതൃഹൃദയം ആന്റിയിൽ ഉള്ളത് കൊണ്ടാണ് എന്നെ ആ ഒരു അവസ്ഥയിൽ ആന്റി കണ്ടപ്പോ ആന്റിക്ക് ഒരു വിഷമം തോന്നി. ഞാനൊരു ദൈവ പൈതലല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ നിൽക്കുമ്പോ ആന്റിക്ക് ഒരു സങ്കടം. അതിനാ ആന്റി എന്നോട് പറഞ്ഞ, മോളെ നീ ആ ഷോള് പുതച്ച് നിന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞാൻ എന്റെ സാക്ഷ്യത്തില് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദേവദാസി, സമയമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. എടുക്കാം, പറയാം. അപ്പൊ ഞാനിങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ എന്റെ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിൽ ഞാന് പിന്നെ നന്ദിയോടെ ഇവരെയൊക്കെ ഓർക്കാറുണ്ട്, നന്ദിയോടെ. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ പഴയ കാര്യം ഓർക്കുമ്പോ എനിക്ക് ആരും കുറ്റം പറയുന്ന ഇഷ്ടമില്ല. എന്തിനാ? എന്റെ അത്ര ഒന്നും ഈ മക്കള് നടന്നിട്ടില്ല, എന്റെ അത്ര ഒന്നും ഈ കുഞ്ഞുങ്ങള് പോയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത്? എനിക്ക് മക്കളെ ഒന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്താറില്ല. ഞാൻ അങ്ങനെ കുറ്റം പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ സ്നേഹത്തോടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ ഏതോ ഒരു ഷോർട്ട് ഫിലിമാന്ന് തോന്നുന്നു, ഒരാള് കണ്ടിട്ട് എന്നോടൊരു ആന്റിയാ പറഞ്ഞു തന്നത്. ഇങ്ങനെ പറയാ, ഇനി അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഒരു അപ്പനെയും മോളെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഈ പിതാവ് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുന്നു. മോള് ഒരുങ്ങി അകത്തുനിന്ന് പുറത്തോട്ട് ഏതോ ഒരു കൂട്ടുകാരുടെ എങ്ങാണ്ട് എന്തോ ഒരു
ആ ഒരു കൂട്ടുകാരെ ഒന്നിച്ച് സന്തോഷിക്കാനായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ഈ മോള് വരിക. മോള് വരുന്ന സമയത്ത് ഈ പിതാവ് ഈ മോളെ നോക്ക്. അപ്പം പിതാവിന് ഭയങ്കര സങ്കടം. പിതാവ് ചോദിച്ചു, മോനെ ഈ ഡ്രസ് ഇട്ടാണോ മോൻ പോന്നെ? മോനകത്തി എന്നെ വേറെ ഡ്രസ് ഇട്ടോണ്ട് വന്നേ. അപ്പൊ ഈ കുഞ്ഞു പറയാ, ആ അച്ഛൻ എന്നെ മാത്രം അനുവദിക്കാത്തെ? അവൻ എങ്ങനെയൊക്കെയാ നടക്കുന്നേ? അതായത് ബ്രദർ, അവൻ എങ്ങനെ വേണേലും നടക്കാമല്ലോ, എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ഉപദേശിക്കുന്നേ? എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഈ മോള് ഭയങ്കരമായിട്ട് അച്ഛനോട് വിഷമിക്കും. അന്നേരം ഈ അച്ഛൻ പറയാണ്, മോളെ നീ എന്റെ രത്നമാണ്. ഒരു വിലയേറിയ രത്നത്തെ എവിടെയാണ് നമ്മൾ സേഫായിട്ട് സൂക്ഷിക്കേണ്ടതെന്നുള്ള ഇടം നമ്മൾ തേടി നടക്കും. ഹല്ലേലൂയ. ഒരു കല്ലോ വിലയില്ലാത്ത ഒരു കല്ലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിലും പിന്നെ ഹോളിലും എവിടെ വേണമെങ്കിലും വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ കിടന്നാലും അതിനെ ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഈ വിലയേറിയ ഒരു രത്നമാണെങ്കിൽ അവനെ എങ്ങനെ സൂക്ഷിക്കാം, എവിടെ വെക്കാം എന്നോർത്ത് നടക്കും. അതുകൊണ്ട് നീ എനിക്ക് വിലയേറിയ രത്നമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ സൂക്ഷിക്കണം, എനിക്ക് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാനിടയായി. അപ്പോൾ ഈ കുഞ്ഞിന്റെ ഹൃദയം ഇത് കേട്ടപ്പോൾ ഈ മോളുടെ ഹൃദയം അങ്ങ് ശരിക്കലിഞ്ഞു. അവക്ക് അവക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത് അവളുടെ അപ്പനാണെന്ന് തോന്നി. അവള് പെട്ടെന്ന് അകത്തോട്ട് പോയിട്ട് നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് അച്ഛന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, അച്ഛാ ഇത് മതിയോ? ഹല്ലേലൂയ. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷം. മതി. അപ്പൊ അച്ഛന് സന്തോഷമായി. ദൈവമക്കളെ, അപ്പം നമ്മുടെ ആ പിള്ളേര് നമുക്ക് വിലയേറിയതല്ലാന്നാണോ? അതങ്ങനെയല്ല. അവര് നമുക്ക് അതിനേക്കാളും വിലയേറിയതാ. പക്ഷേ ഇത് നമ്മുടെ മുത്താണ്. ഹല്ലേലൂയ. നമ്മുടെ വിലയേറിയ രക്തമാണ്. അവരെ എങ്ങനെയൊക്കെ സൂക്ഷിക്കാം, എങ്ങനെയൊക്കെ നടത്താമെന്ന് സുബോധം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ചിന്ത വരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ തങ്കമാൻജിയെ ഒരുപാട് എന്നെ എൻ്റെ കുടുംബത്തെ ആത്മീയമായി കൈത്താങ്ങിയ ഒരു കുടുംബമാണ് തങ്കമാമയും തങ്കച്ചാനും. ഇന്ന് എനിക്കൊന്നും അറിയത്തില്ല അവരെ കുറിച്ച്. 2006 ഈ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അവിടുന്ന് പോകുന്നതാണ്. പിന്നെ കൊടുകുളഞ്ഞിയില് അവിടെയായിരുന്നു. പിന്നെ അവിടെയായിരുന്നു ഞങ്ങളുടെ ബിസിനസ്. അവിടെ ഞങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് മേടിച്ചു. അച്ഛൻ പിന്നെ ആ വണ്ടി കച്ചവടമൊക്കെ ആയിരുന്നു. ഒരുപാട് കഷ്ടപ്പാട് വേദനയും അനുഭവിച്ചു, ദാരിദ്ര്യം എന്നാന്ന് അനുഭവിച്ചു. പിന്നെ പൗലോസ് പറഞ്ഞതുപോലെ ഇല്ലായ്മയിലും സമൃദ്ധിയിലും ഇരിക്കാൻ ശീലിപ്പിച്ചു കർത്താവ്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നു. അങ്ങനെ 2002 ഞാൻ അഭിഷേകം പ്രാപിക്കാനിടയായി. അന്ന് ഈ അഭിഷേകം പ്രാപിക്കാനായിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനയൊക്കെ ദൈവസഭയിൽ അന്ന് ദേവദാസൻ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ. അപ്പം ഈ അഭിഷേകത്താൽ ഒരു ദേവദാസനുണ്ട്, പ്രാർത്ഥിച്ച അഭിഷേകത്താൽ നിറയപ്പെടുന്ന ഒരു കൃപാവരമുള്ള ഒരു ദേവദാസനെ ആലപ്പുഴയിൽ നിന്ന് ഒരു പൊന്നപ്പൻ പാസ്റ്റർ വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്നും അഭിഷേകം പ്രാപിച്ചിട്ടില്ലല്ലോ. ഞാനും സത്യം പറഞ്ഞ അഭിഷേകം പ്രാപിക്കാനായിട്ട് ആർത്തിയോടെ ഞാൻ പോകണം. അന്ന് ഞാനും അഭിഷേകത്താൽ നിറയപ്പെടാൻ ഇടയായി. അതൊക്കെ ഒരു ഭയങ്കര സാക്ഷ്യമാണ്. എൻ്റെ സാക്ഷ്യം അഭിഷേകം പ്രാപിക്കാനായിട്ട് ഭയങ്കര കൊതി. അഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് ഞാൻ ഒരു കൊച്ചിലെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഇളയ ബ്രദർ, കുഞ്ഞാങ്ങളെയല്ല, ഇപ്പോഴത്തെ പാസ്റ്റർ അല്ല, വയനാട്ടിലായിരിക്കുന്ന ആങ്ങള, ഞങ്ങൾ രണ്ടുപേരും കൂടെ പശുവിന് ഈ പോച്ച മുറിക്കാനായിട്ട് പോവുക. പുല്ല് മുറിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടുപേരിലാണ് ഞങ്ങളുടെ തോടൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ആ തോടൊക്കെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വസ്തുവില് ഒരു പശുക്കിടാവിനെ ഇങ്ങനെ കെട്ടിയിരിക്കുക. ഈ പശുക്കിടാവിനെ ഇങ്ങനെ കെട്ടി ഒരു വൈകുന്നേരമായി, ഒരു 4-5 മണിയാകാറായി. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു അരുവയുണ്ട്, ഇപ്പോൾ പോച്ച ഇടുന്ന ഒരു ചാക്കുണ്ട്. എൻ്റെ ബ്രദർ ഫ്രണ്ടിൽ പോകുന്നു, ഞാൻ ബാക്കി പോകുന്നു. അപ്പൊ ഈ പശു ഞാനങ്ങനെ അടുത്ത് എത്താറായപ്പോ ഈ കിടാവ് തലയിട്ട് ഇങ്ങനെ ഒറ്റ വെട്ടിക്കൽ വെട്ടിച്ചു. ഞാൻ വിചാരിച്ചു എന്നെ കുത്താനാണോ. ഞാൻ ഈ അരുവ വെച്ച് ഒരൊറ്റ വെട്ട് ഈ പശുവിന്റെ വാലിന്. അപ്പൊ ഈ വാല് മുറിഞ്ഞു, കുറെ താഴെയൊന്നും പോയില്ല, എങ്കിലും പകുതിയോളം ഈ വാല് മുറിഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ബ്രദറിനോട് പോലും ഇത് പറഞ്ഞില്ല. അന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല ഓർമ്മയുണ്ട്. ഞാനിട്ട ഡ്രസ്സ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഞാനിത് ആരോടും പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാച്ചൻ മദ്യപാനിയാണെങ്കിലും ഈ ഭയങ്കര ഭക്തനായ മനുഷ്യനാണ്. അപ്പം മുട്ടയിൽ നിന്ന് മദ്യപിച്ചിട്ട് വന്നാലും മുട്ടയിൽ നിന്ന് കൊന്തയൊക്കെ ചൊല്ലിയ കിടത്തുറങ്ങത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഭക്തനാണ് എൻ്റെ അപ്പൻ.
അപ്പം ഞാനിത് ആരോടും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വെളിപ്പാട് കാണുക. ദൈവമക്കളെ, ഈ ഒരു അനുഭവം ഈ ഒരു സ്ക്രീനെ കാണിക്കുന്ന പോലെ, കാരണം ആരും പറഞ്ഞിട്ടില്ല. ഞാനും അപ്പച്ചൻ എന്നോട് പറയുക, ഞാനിത് കണ്ടായിരുന്നു. കാരണം സ്വർഗമല്ലാതെ ഇത് ആരും പറഞ്ഞിട്ടില്ല. ഞാനിത് ഒരൊറ്റ കുഞ്ഞും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളോടെങ്കിലും നമ്മൾ ഷെയർ ഇരിക്കത്തില്ല. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് അത്രയ്ക്ക് പേടി, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് ഞാനിത് സ്ക്രീനിൽ കാണുന്ന പോലെ കാണണം. ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചിട്ട് ഞാൻ പറയാം, പയേ എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ ചെയ്തു, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണം. ഓരോ കാര്യം ഞാൻ വീട്ടുകാരോട് ചെയ്തത്, എൻ്റെ മാതാവിനോട് ചെയ്തത്, ആ കുടുംബത്തോട് ചെയ്തത് ഒക്കെ ഞാനിങ്ങനെ ഏറ്റു പറഞ്ഞ് കരയുന്ന സമയത്ത് ഈ ഒരു കാര്യം ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു കാര്യം യേശുപ്പച്ചൻ എന്നെ കാണിച്ചു തന്നു. ഞാൻ അതും ഏറ്റു പറഞ്ഞു. ഞാൻ ദൈവസന്നിധി കരയാനിടയായി. അന്നത്തെ ദിവസം ഞാൻ അഭിഷേകത്താൽ നിറഞ്ഞു. ഒരു പക്ഷി പറക്കുന്നത് പോലെ ഞാൻ ആ പോളിൽ കൂടെ പറന്ന് നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ അഭിഷേകം പ്രാപിച്ചതിന്റെ ശേഷമാണ്, ഹല്ലേലൂയ, ദൈവകൃപ എന്താണ്, ദൈവമക്കൾ ആരാ, അവരുടെ മഹത്വം എന്നാ, ഒരു ദൈവ പൈതൽ ആരായിരിക്കണം, അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ നിങ്ങളുടെ ഇടയിൽ വരത്തില്ല, അവൻ വന്നാലോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ. ഹല്ലേലൂയ. ഈ വെളിച്ചമാര കർത്താവ് അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതാ നമ്മൾ 5-ാം അധ്യായത്തില്, ഹല്ലേലൂയ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ വായിച്ചപ്പോൾ, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ നിലത്തിട്ട് ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുന്നില്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഉപ്പ്, ഹല്ലേലൂയ, കൃപയോട് കൂടിയതല്ലേ. നിങ്ങളുടെ വാക്ക് ഉപ്പിനാ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കട്ടെ. അപ്പോൾ എന്താണ് ഉപ്പിനെ കാണിക്കുന്നത്? കൃപ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപയെ കാണിക്കുകയാണ്. ആ കൃപയിലാണ് ഇന്ന് ഞാനായിരിക്കുന്നത്, പ്രിയ ദൈവദാസിയായിരിക്കുന്നത്, ഹല്ലേലൂയ, കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. ആ വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കേൾക്കാനായിട്ടും കാണാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പച്ച നമുക്ക് ഇതിനുള്ള ഒരു സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി, ഇല്ലേ? ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, അങ്ങ് എന്നാ ഈ ഉപമയിലൂടെ സംസാരിക്കുന്നത്? കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകരുത്. ഹല്ലേലൂയ. ഇന്ന് ഞാനിങ്ങനെ മത്തായി സുവിശേഷം വായിക്കാനിടയായി. മത്തായി സുവിശേഷം വായിച്ച്, ഹല്ലേലൂയ, ഇങ്ങനെ ഞാൻ ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായം 5-ാം അധ്യായത്തില്, നിങ്ങളുടെ നീതി പരീശന്മാരിൽ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ല. ഹല്ലേലൂയ. ഈ ഒരു ശബ്ദം ഞാൻ എപ്പോഴും ഇടയ്ക്ക് വായിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനോടൊപ്പം ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ് പരീശൻ? പരീശൻ ആരാണ്? പരീശൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരീശന്റെ നീതിയെ നമ്മുടെ നീതി കവിയണമെന്ന് ദൈവം ആഗ്രഹിക്കാൻ കാരണം എന്നാണ്? ഹല്ലേലൂയ. പിന്നെ മത്തായി സുവിശേഷം 9-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോഴാണ് ഈ പരീശൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതവും അടയാളവും ഒക്കെ ചെയ്യുമ്പോൾ, കർത്താവ് ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകെ നടന്ന് നിന്ദിക്കുകയും കളിയാക്കുകയും, ഇല്ലേ, പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ, അല്ലെ? അവരുടെ നീതിയെ കവിയണം. അതേപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പരീശന്റെ പുളിച്ച മാവിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കപടഭക്തിയെ കാണിക്കുകയാണ് പുളിച്ച മാവ്, അല്ലേ? ആ പരീശന്റെ സ്വഭാവം. ഇവിടെ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. കർത്താവ് ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, ഇവന്റെ ഇന്നയാരുടെ മകനല്ലേ, ഹല്ലേലൂയ, ഇവൻ എവിടുന്നായി ജ്ഞാനം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭാഗം, ഒരുപാട് ഭാഗങ്ങള് ഞാൻ ഇങ്ങനെ വായിക്കാനായിട്ട് ഇടയായി. കർത്താവ് എന്തുകൊണ്ടാണ് വേദനിച്ചിങ്ങനെ പറയാൻ കാരണമെന്ന്, ഹല്ലേലൂയ, നമ്മുടെ നീതി പരീശന്മാരിൽ കവിയണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം തൊട്ട് വായിക്കും. പല്ലിന് പകരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയും, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെവിട്ട് തടിക്കുന്നവന് മറ്റേത് തിരിച്ച് കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതുപ്പം വിട്ടുകൊടുക്ക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോട് കൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇവിടെ സ്വർഗത്തിലെ അപ്പന്റെ പുത്രന്മാരായി തീരേണ്ടതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്തിനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? അപ്പായുടെ മക്കളായി തീരാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ മക്കളായി തീരാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 47-ാം വാക്യം 48-ാം വാക്യം വായിക്കുമ്പോൾ, ആകിയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായി ഇരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ആത്മാവിൽ പൂർണ്ണരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. നമ്മളിൽ നിന്ന് സ്നേഹം പുറപ്പെടണമെങ്കിൽ, ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കണമെങ്കിൽ, ആ വെളിച്ചം ദൈവമക്കൾ നമ്മളിൽ നിന്ന് കാണണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഈ പരിശുദ്ധ ആത്മാവ് നമ്മളിൽ വസിക്കണം. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നമ്മളെ ഒരു പുതിയ വ്യക്തിത്വമാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ സ്തോത്രം. ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ പഴയതായിട്ട് നേരത്തെ ഇപ്പോൾ ക്രിസ്തുവിലായി ആ പഴയതുപോലെ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തോ വ്യത്യാസമുണ്ട്, നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൽ നമ്മളായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതാകും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത് നമ്മളെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ അഭിഷേകമൊക്കെ പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഞാൻ ആൾമാറികളെ പോലെ ആകുകയാണ്. ഹല്ലേലൂയ. മോന് 3, 4, 5 വയസ്സായപ്പോൾ വീണ്ടും എൻ്റെ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കാണുക. 2ാമത്തെ മാസത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ദർശനം, അന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ചു. 2002 ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ സ്തോത്രം 4-ലാണ് ഞാൻ ഈ ദർശനം കാണുന്നത്. ഞാൻ കാണുന്നത് എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എൻ്റെ മോനെ പോലെ തന്നെ ഒരു വിഷയമായിട്ട് ഒരു പൈശാചിക ശക്തി അങ്ങനെ എൻ്റെ കുഞ്ഞിനെയുമാക്കുമെന്ന് വാദിച്ച് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് രാവിലെ ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ദർശനം കാണുന്നത്. ദൈവമക്കളെ, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഈ വേദപുസ്തകം എടുത്ത് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ആ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, അപ്പായേ, ഞാൻ എവിടെയും പോകത്തില്ല. ഇന്ന് എൻ്റെ അപ്പ എന്നോട് സംസാരിച്ചേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ, എന്നോട് സംസാരിച്ചേ മതിയാവത്തുള്ളൂ. കാരണം മോനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുക സർജറി ചെയ്യാനായിട്ട്. അന്നെന്ന് പറയുന്നത് എൻ്റെ മോൻ ജനിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. അച്ഛന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഒരു കേസുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വീട്ടുകാരും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഭാരം ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ ഒരുപാട് അതെല്ലാം ദൂർത്തടിച്ചിട്ടാണ് ഞങ്ങൾ ഈ വെൺമണിയിലോട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ആ സ്വർണ്ണമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങോട്ട് വന്നായിരുന്നു ഇവിടെ എങ്ങനെയൊരു സെറ്റിൽ ആകാമെന്ന്. ഒറ്റ വർഷം കൊണ്ട് അതെല്ലാം അവിടെ തന്നെ നശിപ്പിച്ച് ദൂർത്തടിച്ച് ഇവിടെ ഈ അവസ്ഥയാണെന്നൊന്നും അച്ഛൻ എന്നോടൊന്നും പറയുന്നില്ല. അതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വെൺമണിയിലോട്ട് വരുന്നത്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും. അച്ഛന് ജോലിക്ക് പോകാൻ വേറൊരു ജോലിയൊന്നും അച്ഛൻ അറിയത്തില്ല, ബിസിനസ്സേ അറിയത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മക്കളെ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഈ ദർശനം കണ്ട് പേടിച്ചിട്ട്, എൻ്റെ മോനെ പോലെ ആണെങ്കിൽ അപ്പായോ എനിക്ക് കുഞ്ഞിനെ വേണ്ട, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണേ, എന്നോട് എന്നെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞ്. അന്ന് എനിക്ക് വലിയ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. വചനം എനിക്ക് അധികം അറിയത്തില്ല. വചനം വായിക്കാൻ തുടങ്ങി, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല.
ആ സമയത്ത് ഞാൻ വേദപുസ്തകം തുറന്ന് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാക്യം ഇതാ. യെശയ്യാ പ്രവചനം 43 അധ്യായത്തിന്റെ 3 വാക്യം. നിന്റെ ജീവന് പകരം ഞാൻ ജാതികളുടെ ജീവന് കൊടുക്കും. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ നിന്റെ ജീവന് പകരം ഞാൻ ജാതികളുടെ ജീവന് കൊടുക്കും. ഇങ്ങനെ ഒരു വചനം, ഈ ഒരു വാക്യം മാത്രം എനിക്ക് കിട്ടി. ഞാൻ വേദപുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ വേദപുസ്തകം ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുക ഈ മക്കളെ. ഹല്ലേലൂയ. എൻ്റെ മോള് ഹല്ലേലൂയ, അന്ന് ആ നിമിഷം മുതൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. പൈശാചിക ശക്തി എന്നെ വല്ലാതെ അലട്ടുകയാണ്. പാരമ്പര്യ ശക്തികളെല്ലാം കൂടെ ഇളകി ഞാനൊരു വല്ലാത്ത അനുഭവത്തിലൂടെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പകൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കമില്ലാത്ത സമയങ്ങളാണ്. ആ സമയത്തൊക്കെ പകല് കിടന്നാലും ഒരു പൈശാചിക വ്യാപാരം വന്ന് എന്നെ ചുരുട്ടിയെടുത്ത് എറിയുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവം. ദർശനമാണെന്ന് പോലും എനിക്കറിയത്തില്ല, അതുപോലത്തെ ഒരു അനുഭവം. അങ്ങനെ ഞാൻ ഒരു വെളിപ്പാട് കാണുക. ഞാൻ ആ സമയത്തൊക്കെ ഒരു വെളിപ്പാട് കാണുക. എൻ്റെ ചർച്ചിൽ അന്ന് വെൺമണി സൈമവാസ സഭയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന ഒരച്ചായൻ, ഒരു കുഞ്ഞുമോൻ എന്ന് പറഞ്ഞൊരു അച്ചായൻ, ഇങ്ങനെ അച്ചായൻ മരിച്ച് അച്ചായൻ ഇങ്ങനെ അടക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഈ ഒരു വെളിപ്പാട് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയതാണ്. ഞാൻ മിണ്ടിയില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ഇതൊക്കെ ചെന്ന് ആരോട് പറയാനാ. അപ്പൊ ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 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 12:30 ആയപ്പോ ഞാൻ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എന്നെ ഒരു പൈശാചിക വ്യാപാരം വന്ന് വലിഞ്ഞു മുറുക്കി. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഫ്രീ ആകാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ എന്നെ വല്ലാത്ത അവസ്ഥയിൽ വരിഞ്ഞു മുറുക്കുക. ഞാനൊരു തീരുമാനം എടുക്കുക, കർത്താപ്പച്ച ഞാൻ ഇപ്പൊ തന്നെ ആ അച്ഛാന്റെ വീട്ടിൽ പൊക്കോളാം, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞോളാം, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം, എന്നെ രക്ഷിക്കണേ, എന്നെ വിടുവിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഈ കരയും. പക്ഷെ ദർശനമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ജീവിതത്തിൽ സംഭവിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ്. ഞാൻ പെട്ടെന്ന്, എനിക്കറിയത്തില്ല, ആരോ എൻ്റെ വീട്ടിലേക്ക് സിനിയേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കയറി വരുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഈ പൈശാചിക വ്യാപാരം എന്നെ ഒരു ഒരു പേപ്പർ ചുരുട്ടിയിട്ട് തറയിൽ അടിക്കുന്ന പോലെ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു അനുഭവം. അന്നേരം ഞാൻ ബെഡേ കിടപ്പുണ്ട്. ഇത് ദർശനമാണെന്നോ ഇതെന്റെ ജീവിതം ഇങ്ങനെ അനുഭവമാണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് പ്രത്യക്ഷമായി ഞാൻ അനുഭവിക്കുന്നത് പോലെയോ ഞാൻ അനുഭവിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് മാറി ഞാൻ പെട്ടെന്ന് കുഞ്ഞുമനച്ചായന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടുന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ട്, 1 കിലോമീറ്ററോളം ഉണ്ട്. ഞാൻ അച്ചായന് പെട്ടെന്ന് എൻ്റെ അച്ചായനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്നടുത്ത് പോകുക. അച്ചായനോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ അച്ചായന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോ ഞാൻ ഈ കുഞ്ഞുമനച്ചായനോട് പറഞ്ഞു, അച്ചായനും അമ്മാമ്മയുണ്ട്, 2 പേരോട് ഞാനിങ്ങനെ പറഞ്ഞു, അച്ചായ ഞാനിങ്ങനെ 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ ഒരു വെളിപ്പാട് കണ്ടു. ഞാൻ അച്ചായനോട് പറഞ്ഞില്ല, ഞാൻ ഇതെങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ച് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ഞാൻ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് രാത്രി കിടക്കാൻ പറ്റുന്നില്ല, പകല് കിടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഉപദ്രവം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെല്ലാനിടയായി. പെട്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നേ. ഞാൻ ഓരോ ദിവസവും നേരം വെളുപ്പിക്കുന്ന ഈ ഹോളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ വ്യാഴാഴ്ച ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഞാൻ പറഞ്ഞു, അച്ചായ അങ്ങനെയാണ്, ഞാൻ വ്യാഴാഴ്ച കൂട്ടായ്മ നടത്തണം. ഹല്ലേലൂയ, ഞാനും കടന്നു വരാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അച്ചായൻ പിന്നെ ഈ അമ്മാമ്മയെ പിടിക്കും, അമ്മാമ്മ എൻ്റെ ഉദരത്തിൽ കൈവയ്ക്കും. അങ്ങനെ ഈ ഒരു ഫാമിലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാന് ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ആ ഡെലിവറിയുടെ സമയമാകുന്ന സമയത്ത് മുത്തൂറ്റ് എന്നെ ഹല്ലേലൂയ സ്തോത്രം അവിടെയാണ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോകുന്ന സമയത്ത് ഹല്ലേലൂയ എനിക്ക് പെയിൻ തുടങ്ങി. എന്നെ കൊണ്ടുപോയി. ആ സമയത്ത് എനിക്ക് നോർമൽ ഡെലിവറിയാണ് ആദ്യത്തെ. അപ്പൊ എനിക്കിതും രണ്ടാമത്തതും അങ്ങനെയാണെന്നുള്ള വിശ്വാസത്തിലാണ് എൻ്റെ മമ്മി നേഴ്സ് ആയതുകൊണ്ട് ആ സമയമാകുമ്പോഴാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ ചെന്ന് ഒരുപാട് നേരത്തെ ഒന്നും പോയിട്ട് വിഷമിക്കണ്ട, മമ്മിക്ക് അറിയാം. മമ്മി എൻ്റെ ഉദരത്തിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് അങ്ങനെ മമ്മിക്ക് നല്ല ഒരു ഡോക്ടറുടെ അറിവ് മമ്മിക്കുണ്ട്. അപ്പൊ അങ്ങനെ മമ്മി എന്നെ കൊണ്ട് പോകുക. ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. അപ്പൊ നോർമൽ ആണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ടൈം കഴിഞ്ഞിട്ടും എനിക്ക് നടക്കുന്നില്ല. അപ്പൊ ഒരു മോളെ ലേബർ റൂമിൽ കയറ്റിയിരിക്കുകയാണ്. ആ മോളെ ഇറക്കി, എന്നിട്ട് എന്നെ ഹല്ലേലൂയ എൻ്റെ ഡെലിവറി എൻ്റെ സിസേറിയൻ കഴിഞ്ഞു. ദൈവമക്കളെ, ആ സമയത്ത് എനിക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ബോധം വരുമ്പോ ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണല്ലോ ഒരു കുഞ്ഞ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു,
എൻ്റെ മോനെ പോലെ തന്നെയാണ് എൻ്റെ മോളും. എന്തോ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പെങ്ങള് ആ ഡോറിന്റെ അവിടെ വന്നിട്ട് എൻ്റെ മോളെ എന്നെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ നല്ലൊരു കുഞ്ഞ്, അവൾക്ക് ഒരു കുഴപ്പവും. അന്നേരം ഞാൻ അറിയുന്നേ, ആ എന്നെ കെട്ടിയത് ഒരു മോളെ ഇറക്കിയിട്ടാണ്. ലേബർ റൂമിന്ന് അവളെ ഇറക്കി, എന്നിട്ടാണ് എന്നെ കെട്ടിയത്. ആ എന്റെ ടൈമിൽ ആ മോളുടെ പിന്നെ റിസൾട്ട് ആ സമയത്ത് എൻ്റെ മോൻ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ ഒരു കുഞ്ഞിനെ ആ ഫാമിലിക്ക്, ഹല്ലേലൂയ, ആ മോൾക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എൻ്റെ ജീവന് പകരം ജാതികളുടെ ജീവനെ കൊടുക്കും, എൻ്റെ ജീവന് പകരം ജാതികളുടെ ജീവനെ കൊടുക്കും. കാരണം എനിക്ക് കുഞ്ഞിന് പ്രശ്നമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ പ്രശ്നമുണ്ടാക്കുകയാണ്, ഞാൻ പൈശാചിക ശക്തി കയറി നടക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം ഈ അച്ഛൻ്റെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി, സഭയ്ക്കകത്ത് അതൊരു ബുദ്ധിമുട്ട്. കാരണം വീട്ടിൽ അങ്ങനെ ഒരു കൂട്ടായ്മ, ചർച്ചിലെ കൂട്ടായ്മ അല്ലാതെ വീടുകളിൽ കൂട്ടായ്മ തുടങ്ങുന്നത് സത്യമായിട്ട് അഭിഷിക്തന്മാർക്ക് സഭയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ഈ അച്ചായനും അമ്മാമ്മയും കൂടെ എനിക്ക് വേണ്ടി ഇടിവി നിൽക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എൻ്റെ മോളെ ദൈവം എനിക്ക് തന്നു. അന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ ഇന്ന് ഒരഭിഷിക്തയായിട്ട് ഹല്ലേലൂയ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ദർശനവും അഭിഷേകം പ്രാപിച്ചു. 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ മോള് ഒരു 11 വയസ്സായപ്പോൾ അവൾ അഭിഷേകം പ്രാപിച്ചു. എൻ്റെ മോന് 12 വയസ്സായപ്പോൾ അഭിഷേകം പ്രാപിച്ചു. പിള്ളേരുടേതായ എല്ലാ കുസൃതികളും അവർക്കുണ്ട്. എല്ലാം കൊണ്ട് തികഞ്ഞൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത്ര അവരിനിയും കറക്റ്റ് ആവാനൊക്കെ ഉണ്ട്. എല്ലാവരും കറക്റ്റ് ആയിട്ടില്ലല്ലോ. നമ്മുടെ അഞ്ജലി പോൾ സിസ്റ്റർ അവസാനത്തെ മെസ്സേജിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അങ്ങ് കറക്റ്റ് ആയെങ്കിൽ യേശുപ്പച്ചൻ നമ്മളെ ഈ ഭൂമിയിൽ ഇടത്തില്ലല്ലോ. അന്നേരം കർത്താവ് നമ്മൾ എടുക്കാനായിട്ട് ഇടയാകും. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ദൈവകൃപയിലായിരിക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ അന്നൊക്കെ എന്ന് പറഞ്ഞ കഷ്ടതയുടെ ഭയങ്കര ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സൈമൻ പാസ്റ്റർ ഒരു ദിവസം, അന്ന് ഞങ്ങളുടെ ദൈവസഭയിലാകെ 10ഓ 15ഓ പേരേ ഉള്ളൂ. ഈ 15 പേര് അപ്പം ഞങ്ങളോട് പറഞ്ഞു, വിനോദെ നിങ്ങളുടെ വീട്ടിലാ കോട്ടേജ് മീറ്റിംഗ്. അപ്പൊ 2003 കാര്യമാണ്. അപ്പം ദൈവമക്കളെ, അന്ന് ഈ 15 പേർക്ക് ഒരു 15 വട മേടിക്കണം, ഒരു 15 പഴം മേടിക്കണം, ഒരു 2 കവർ പാല് മേടിക്കണം. പക്ഷെ ഞങ്ങളുടെ പൈസ ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് പാസ്റ്ററോട് പറയണമെന്നുണ്ട്, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ കൂട്ടായ്മ വേണ്ട. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മീയത്തിൽ ഭയങ്കര തീക്ഷ്ണതയോട് നിൽക്കുക. അച്ഛൻ വിശ്വാസത്തിലല്ലേലും അച്ഛന് ഭയങ്കര വിശ്വാസത്തില് സഭയിലൊക്കെ വരുന്നുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടൊന്നുമില്ല. അന്നും സിഗരറ്റൊക്കെ വലിച്ചോണ്ട് നടക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ തൊട്ടടുത്ത് ഇല്ല ആദ്യ മക്കളെ, അച്ഛൻ 2004 സ്നാനപ്പെട്ടു. അന്ന് കൃപ വന്നതിന് ശേഷം. അപ്പം ഈ സമയത്ത് മേളില തങ്കമ്മാഞ്ചി തന്നെ, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ആന്റി. പലതരത്തിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൈത്താങ്ങി നമ്മുടെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയില്ലേ. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ വന്ന് കർത്താവിനോട് നന്ദി പറയുക. അപ്പൊ അപ്പച്ചൻ ചോദിക്കുക, ബാക്കി 9 പേരെന്തിയെ? എത്ര പേരുടെ കൈത്താങ്ങല, എത്ര പേരുടെ പ്രാർത്ഥനയാ, എത്ര പേര് സഹായിച്ചത് കൊണ്ടാ ഇന്ന് ദൈവമക്കൾ മുമ്പാകെ ജീവനോടെ ഈ സിസ്റ്റർ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇന്നും എൻ്റെ കുറെ ആന്റിമാര് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ഒരുപാട് കൈത്താങ്ങുന്നതുകൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ജീവനോടിരിക്കുന്നത്. ആ ആന്റി ഇങ്ങനെ വിളിക്കുക, വിനോദേ എന്നും പറഞ്ഞ് വരുക വീട്ടിലോട്ട്. 2003 കാര്യ പറയുന്നത്. ആന്റി വന്നിട്ട് പറയാണ്, 2004 3 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആന്റി പറയാ, വിനോദേ ഒരു ഉപകാരം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പൊ അച്ഛൻ പറഞ്ഞു, പറ അമ്മേ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ മർത്തോമ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. നിങ്ങള് അപ്പൊ അവിടുത്തെ സെമിത്തേരിയിലെ ഈ അമ്മച്ചി അവിടെ അടക്കിയിട്ടുണ്ട്. ആ കല്ലറയില് ഒരു ബക്കറ്റ് വെള്ളം മോനെ അങ്ങോട്ടൊന്ന് ഒഴിക്കാം, വീട്ടിൽ നിന്ന് എടുത്തിട്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതിനെന്നാ ഞങ്ങൾ ചെയ്തോളാലോ, ഇന്ന് വൈകിട്ട് ഞാൻ പോകുന്നുണ്ട്, ഞങ്ങൾ ഒഴിച്ചോളാന്ന് പറഞ്ഞു. അന്നേരം ഉണ്ടല്ലോ ഈ ആന്റി ഒരു 100 രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുക, ഇത് വിനോദിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അന്ന് വൈകിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രയർ. ഹല്ലേലൂയ. അന്ന് അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമായതെല്ലാം.
ഞങ്ങളെ വിശ്വാസത്തിൽ കർത്താവ് ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരല്ല ഞങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാകട്ടോ, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് നമുക്കുണ്ടാകുന്ന മഹത്വം, കർത്താവ് നമ്മളെ എങ്ങനെയാ നടത്തുന്നത്, അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ്. ഹല്ലേലൂയ. ആ 100 രൂപയും കൊണ്ട് എൻ്റെ അച്ഛൻ അന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ആന്റിയെ നന്ദിയോടെ, ആ ആന്റിയെ ഇപ്പോഴ് ആ ഒരു 100 രൂപയ്ക്ക് 1,00,000 രൂപയുടെ വിലയായിട്ടാ എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആന്റിയെ ഞാൻ സ്നേഹിക്കുന്നു, ആ 100 രൂപയും ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ആന്റിയുടെ ആങ്ങള തങ്കച്ചായന് മരണകരമായ കടഭാരത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്നൊക്കെ ഈ അച്ഛൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മറക്കാൻ കഴിയാത്ത രീതിയിൽ അച്ഛൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടിങ്ങ് പോന്നു, ബിസിനസ് ഒക്കെ തുടങ്ങി. പിന്നെ അച്ഛൻ ഇച്ചിരി 2005 വിശ്വാസത്തിൽ 2004 വന്ന് സ്നാനപ്പെട്ടുവെങ്കിലും 2005 ഈ സ്നാനപ്പെട്ടതിന് ശേഷവും സിഗരറ്റ് ഒക്കെ വലിക്കുക. അപ്പൊ എന്റെ മമ്മി എന്നോട് പറയും, സിനി, പിന്നെ ഈ വിനോദ് ശരിക്ക് മാനസാന്തരപ്പെട്ടിട്ടില്ല, നീ ഓർത്തോണം. സിഗരറ്റ് ഒക്കെ ഇവിടുത്തെ ഫ്രണ്ടിലെ കടയിൽ നിന്ന് മേടിക്കുന്നു ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ മമ്മിയോടങ്ങ് വഴക്ക് പറയുന്നു. മമ്മി ജീവിക്കാൻ അനുവദിക്കത്തില്ല അല്ലെ, അച്ഛൻ ഇപ്പൊ മാനസാന്തരപ്പെട്ടാ നടക്കുന്നേ, അച്ഛനെ ആവശ്യമില്ലാത്തൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു. പാവം അമ്മയോടായി പറയുന്നേ. ഒരമ്മ ഒരു മോനെ കുറിച്ച് കുറ്റം പറയുവോ? ആ പാവം എനിക്ക് ഇച്ചിരി വെളിവ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുക. പക്ഷെ ഞാൻ മമ്മിയോട് വഴക്കിടുക. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നൊക്കെ ഉണ്ട്, മാനസാന്തരപ്പെട്ടിട്ടൊന്നുമില്ല. 2005 അച്ഛന് ആദ്യത്തെ അറ്റാക്ക് വരിക, ആദ്യത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അന്ന് ഒരു മരണകരമായ അനുഭവത്തിൽ നിന്ന് അച്ഛനെ വിടുവിച്ചു. അച്ഛാ ദൈവസന്നിധി തീരുമാനമെടുത്തു, കർത്താവേ, എന്നെ പോലെ നടന്നവരെ അനേകരെ ഞാൻ അങ്ങേക്ക് വേണ്ടി നേടിക്കോളാം, എനിക്ക് ഒരവസരവും കൂടെ തരണേ എന്ന് പറഞ്ഞ് കാറേ കിടന്ന് എൻ്റെ മടി കിടന്നിട്ട് കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഒരു ആയുസ് കൊടുത്തു. 2018 വരെ ബിസിനസ് ആയിരുന്നു. ബിസിനസ് ഒക്കെ പൊട്ടി. വല്ലാത്തൊരവസ്ഥയിൽ സൂപ്പർ മാർക്കറ്റ്, അത് ഒരു ചിക്കൻ കടയുണ്ടായിരുന്നു, ഇതെല്ലാം കയ്യിൽ നിന്ന് പോയി. ബിസിനസ് ഒക്കെ തകർന്നു. കർത്താവിന്റെ വേലയൊക്കെ അച്ഛൻ നിർത്തി. ഹല്ലേലൂയ. എങ്കിലും അനേകരോട് സുവിശേഷമൊക്കെ പറയുന്നുണ്ടെങ്കിൽ വീട്ടിലെ കൂട്ടായ്മകളൊക്കെ അങ്ങ് നിർത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ 2017 ഞങ്ങൾ കല്ലിശ്ശേരി വരിക. ബിസിനസ് ഒന്നും ഇല്ലാന്ന്. മോൾക്ക് സ്കൂൾ വണ്ടി, അവിടെ MMER പഠിക്കുന്നത്. അപ്പൊ സ്കൂൾ വണ്ടി ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തൂടെ ഉണ്ട്. ആ സ്കൂൾ വണ്ടി നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വീടെടുത്തത് കല്ലിശ്ശേരിയിൽ. അപ്പൊ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു എന്ന് 2011 ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരു ദൈവദാസനിലൂടെ ആലോചന പറഞ്ഞതാണ്. ഞാൻ നിന്നെ ട്യൂട്ടറെ പോലെ നടത്തും, ഞാൻ നിന്നെ ഒരു ദേശത്തയക്കും, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല, എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാൻ അറിയത്തില്ല, കാലും കൈ വിറയ്ക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ ഒരു ദൂതൊക്കെ എനിക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ 2017 ഇവിടെ വന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ നവംബറിൽ വന്നു. 2018 2-ാം മാസം 13-ാം തീയതി എൻ്റെ അച്ഛൻ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാനായിട്ടിടയായി. 3ാമത്തെ അറ്റാക്ക് ആയിരുന്നു. ഹല്ലേലൂയ. ചേർക്കപ്പെടുന്ന സമയത്ത് എനിക്ക് 35 ലക്ഷം രൂപ കടമായിരുന്നു. വാടക വീട്, 2 മക്കള്. മോൻ പഠിക്കാനായിട്ട് പോയിട്ടേ ഉള്ളൂ. ഒരു യാചിക്കാൻ അറിയത്തില്ല, പണിയെടുക്കാൻ അറിയത്തില്ല. വീടിനകത്ത് ഒതുങ്ങിയിരുന്ന് അച്ഛൻ വല്ലതും കൊണ്ടുതരുന്ന കഴിച്ചിട്ടുള്ള ഒരു പരിചയമേ ഉള്ളൂ. വീട്ടുകാരുടെ ഒന്നും ഒരാളെയും പരിചയമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല മക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തുള്ളവരെ ഒന്നും പരിചയമില്ല. ആദ്യമായിട്ട് ഇവിടെ വന്ന് 2-3 മാസമായുള്ളൂ. വണ്ടി കച്ചവടമൊക്കെ ആയിരുന്നു അച്ഛന്. വണ്ടികളൊക്കെ ഉണ്ട്. വണ്ടികൾ അങ്ങോട്ട് പോകും, തിരിച്ചിറങ്ങും, കാർ പോർച്ചിന്ന് അകത്തോട്ട് കയറും, അകത്തുനിന്ന് വണ്ടിയിലോട്ട് കയറും. ഇങ്ങനെ ഒരു ജീവിതാനുഭവം. അതുകൊണ്ട് എനിക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ജീവനില്ലാത്തൊരു സ്ത്രീയെ പോലെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടുകാരെയെല്ലാം തകർത്തു വാരിയിട്ടാണ് ഞാൻ ഈ കുടുംബജീവിതത്തിലോട്ട് കയറുന്നത്. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ കൈത്താങ്ങല്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്ത് വെൺമണി എന്നല്ല ഇങ്ങോട്ട് പോകുന്നു, കൂടുകുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്കൊക്കെ അറിയാം ഞങ്ങള് തകർന്നു. ചിലര് പറഞ്ഞു, വിനോദ് അങ്ങനെ ആത്മഹത്യ ചെയ്തതാ. ഇങ്ങനെ വരെ കേൾക്കാനിടയായി. ഹല്ലേലൂയ. ഒരുപാട് വേദന, ഒരുപാട് സങ്കടം, ആരോട് പറയാനാ? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ആന്റി
വത്സമി ആന്റി, എൻ്റെ ആന്റിമാര് വത്സമി ആന്റി, ലില്ലുക്കുട്ടി ആന്റി, മേഴ്സി ആന്റി, രാധ ആന്റി, ഹല്ലേലൂയ, എൻ്റെ ലൂസി ആന്റി, പിന്നെ എൻ്റെ ഹല്ലേലൂയ സൂസൻ ആന്റി, എന്നെ ഇന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഒരുപാട് കൈത്താങ്ങിക്കൊണ്ടിരിക്കുന്ന ശുഭ ആന്റി. എനിക്കറിയത്തില്ല എൻ്റെ ദൈവമക്കളെ, ഇവരുടെയൊക്കെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരു നന്ദികേടായി പോകും. എത്രയോ പേരുടെ ആ സഹായം കൊണ്ടാണ്, ഹല്ലേലൂയ, എത്ര പേരെ ഉപയോഗിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവദാസൻ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലി, ഹല്ലേലൂയ, അന്ന് ഞങ്ങളുടെ ബേക്കറിയിൽ ഒരു ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. ഇവരുടെ ഒരു പ്രമാണ അച്ഛൻ കൊണ്ട് പണയം വെച്ചിട്ട് അത് ഇവര് തന്നെ പണയം വെപ്പിച്ചതാണ്. കാരണം അത് വിറ്റുപോകുന്നില്ല. അപ്പൊ അച്ചായ അത് പണയം വെച്ചിട്ട് കട സ്വന്തമായിട്ട് വാങ്ങിക്കുന്നു പറഞ്ഞ്, എനിക്ക് നന്നായിട്ട് അറിയാം അവര് നിർബന്ധിച്ചാണ് ആ കട മേടിക്കുന്നത് നമ്മൾ. അങ്ങനെ ഈ വീട് പണയം വെച്ച സമയത്ത് അച്ഛൻ പോകുന്നത്. ആ സമയത്ത് ഇവർക്ക് വേറെ ഒന്നുമില്ല, ഒരു പാവങ്ങളാണ്, വീടുമില്ല, ഒന്നുമില്ല, ആകെയുള്ള ഒരു കുഞ്ഞു വീടും വസ്തുമാണ് കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. ഇവര് എടുത്തു കൊടുക്കാൻ മാർഗമില്ല. അച്ഛനങ്ങ് പോയി. ഇവരെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഈ സഹോദരൻ എന്നെ വിളിച്ചേച്ച് പറയാണ്, അന്ന് പിന്നെ കച്ചവടമൊക്കെ നിർത്തി അച്ഛൻ പോയതോടുകൂടി ഞങ്ങളുടെ ബന്ധങ്ങളും ഒക്കെ പോയി. പിന്നെ അച്ഛനുള്ള സമയത്ത് അധികം പേർക്ക് ഞങ്ങൾക്ക് കട വന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു ബിസിനസ്സുകാരനായിട്ട് നല്ല ചെങ്ങന്നൂര് അറിയപ്പെട്ട ഒരു ബിസിനസ്സുകാരനായിരുന്നു എൻ്റെ അച്ഛനെ. അപ്പൊ ഈ കൊച്ചൻ ഒരു ദിവസം വിളിച്ച് പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, കുറച്ച് പേരെയും കൊണ്ട്. ഈ സഹോദരൻ കുറച്ച് സഹോദരിമാരെയും കൂട്ടിക്കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വീട്ടിലോട്ട് വരും. അപ്പൊ ഞാൻ എൻ്റെ ദേവദാസിനെ വിളിച്ചു പറഞ്ഞു, ജോബ് തോമസ് പാസ്റ്റർ, എൻ്റെ പാസ്റ്റർ, അന്ന് ഈ വത്സമയായി തൊട്ടടുത്താ താമസിക്കണേ. അപ്പൊ ഞാനും എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, മോൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി എന്നെ ഒന്ന് സഹായിക്കാൻ വരണേ, കുറച്ച് പേര് ഇന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വീട്ടിലോട്ട് വരിക. പാസ്റ്ററോടും പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് വരണേ, അന്ന് എൻ്റെ ദേവദാസി ഗൾഫിലാ, ഇന്ന് 3-4 വർഷം കൊണ്ട് ദേവദാസി ഇവിടെ നാട്ടിലുണ്ട്. അപ്പൊ അന്ന് പാസ്റ്റർ മാത്രമാണ്. അപ്പൊ വത്സമയായി പാസ്റ്ററും കൂടെ വീട്ടിൽ വന്നു. മക്കളെ ഭയങ്കരമായിട്ട് ഒരു മദ്യപിച്ചിട്ട് ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടാണ് ഈ സഹോദരൻ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ ഒരു വ്യക്തി. പക്ഷെ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. മദ്യപിച്ച ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ പാസ്റ്റർ പറഞ്ഞു, സഹോദര, ഈ സഹോദരിയെയും കുഞ്ഞിനെയും നിങ്ങൾ വിഷമിപ്പിക്കരുത്, ഞാൻ നിങ്ങളുടെ പൈസ തന്നോളാം, ഞാൻ നിങ്ങളുടെ കട അടച്ചോളാം, ഇന്ന ഡേറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്നും പറഞ്ഞ്. അപ്പൊ വത്സമയാന്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരെ പറഞ്ഞിട്ട് വിടാനായിട്ട് ഇടയായി. അന്നൊക്കെ ഒരു സത്യം പറഞ്ഞാല് കടക്കാര് മാത്രം കയറി വരുന്ന ഒരു അനുഭവം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആർക്കും കൈവെക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. അത്രയ്ക്കും വലിയ ഭീമമായിട്ടുള്ള കടഭാരം. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ എങ്ങനെയാ തരണം ചെയ്തെന്ന് ഓർക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ പാസ്റ്ററുടെ പപ്പായോട് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവമക്കള് പിന്നെ അനേക ദൈവമക്കള് സഹായിച്ചു. അങ്ങനെ ആ ഒരു പൈസയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ രൂപ ആ സഹോദരന് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ എൻ്റെ കട ആ സഹോദരൻ എഴുതി കൊടുത്തു ഈ 2 വർഷം മുമ്പ്. അങ്ങനെ ആ കടം വീട്ടാനിടയായി. പിന്നെ ഹല്ലേലൂയ, സ്തോത്രം, വത്സമയാന്റിയും പാസ്റ്ററും കൂടെ രണ്ടുപേരും, ആന്റിയെ പാസ്റ്റർ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, അതുപോലെ എൻ്റെ ആന്റിമാരെല്ലാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ലൂസി ആന്റി വീട്ടിൽ വരുന്നത്. ലൂസി ആന്റി വീട്ടിൽ വന്നു. ഒരു ശുഭ ആന്റിയെ പരിചയപ്പെടുത്തി. ആന്റിയാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ, എൻ്റെ മോനെ പഠിപ്പിച്ചത്. ആന്റി ഇന്നും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൂസൻ ആന്റി, എനിക്ക് മറക്കാൻ പറ്റാത്ത കുറെ ആന്റിമാര്, ലൂസി ആന്റി, ഇവരൊക്കെ എന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുകയാണ്. എൻ്റെ 20 ലക്ഷം രൂപ അങ്ങനെ ഒരു ദേവദാസനായിരുന്നു ഒരു അങ്കിള്. ആ ദേവദാസൻ എനിക്ക് അന്ന് ആ ഒരു സാഹചര്യത്തിൽ അങ്കിൾ വേണ്ടാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ കടവല്ല, 3 കേസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ വെള്ള ഡ്രസ്സാ 2014 മുതൽ ഞാൻ വെള്ള ഡ്രസ്സാ ഉപയോഗിക്കുന്നത്. ഈ വെള്ള ഇട്ടോണ്ട് ഞാൻ കോടതിയിൽ പോയി നിന്നിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരല്ല, രക്തമൊഴുകിയ സമയമുണ്ട് എൻ്റെ കണ്ണിൽ കൂടെ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും, ഇവർക്ക് എന്താ ഇവിടെ കാര്യം? ഹല്ലേലൂയ, കണ്ടാൽ തന്നെ അറിയാം ഒരു സുവിശേഷകയാണ്. ഹല്ലേലൂയ, നിൽക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്തിട്ടാ, എങ്ങനെ ചെയ്യണം, എന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഒരു 3 ലക്ഷം രൂപയാണ് ഈ കേസിന് ഞാൻ കൊടുക്കേണ്ടത്. അങ്ങനെ എന്നെ അദാലത്തിന് വിളിച്ചു. ഞാൻ എൻ്റെ മക്കളെ കോടതിയിലൊന്നും കൊണ്ടുപോകാറില്ല. ഞാൻ എൻ്റെ
ഹല്ലേലൂയ. അന്ന് എൻ്റെ മോനെയും കൊണ്ടാണ് ഞാൻ കോടതി പോകുന്നത്. അവിടെ ഞങ്ങൾ എഴുതി വെച്ചു, 3 മാസത്തിനുള്ളിൽ ഞാൻ ഈ 3 ലക്ഷം രൂപ അടച്ചോളാം. 3 ലക്ഷം പോയിട്ട് 3000 രൂപ കയ്യിലില്ലാത്തപ്പോഴാതെ മക്കളെ ഈ 3 ലക്ഷം അടച്ചോളാം എഴുതി വെക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എഴുതിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ 3 മാസത്തിന് 6 ദിവസം മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ 3 ലക്ഷം, 3 ലക്ഷം അല്ല, ഞാൻ കർത്താപ്പച്ചനോട് പറഞ്ഞു, അപ്പായേ എനിക്ക് ദശാംശം കൊടുക്കണം, എനിക്ക് ദശാംശം കൊടുക്കണമെങ്കിൽ എനിക്ക് 3.5 ലക്ഷം രൂപ കിട്ടിയല്ല. നമ്മൾ ചോദിക്കും, നമ്മുടെ അപ്പയ്ക്ക് അറിയാം കേട്ടോ, നമ്മുടെ മനസ്സ് അപ്പയ്ക്ക് അറിയാം, നമ്മുടെ ഹൃദയം അപ്പയ്ക്ക് അറിയാം. അങ്ങനെ ഞാന് 3.5 ലക്ഷം രൂപയാ ചോദിച്ചേ. ഹിമക്കളെ 3.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ദശാംശം കൊടുക്കാനും ആ കേസിന്റെ പൈസ അടയ്ക്കാൻ. അതെങ്ങനെയാന്ന് വെച്ചാൽ, ലൂസി ആന്റിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. ലൂസി ആന്റി അമേരിക്കയിലായിരുന്നു. അവിടെ ആന്റിയുടെ ഒരു ഫ്രണ്ട്, ഒരു പാസ്റ്റർ. ആ പാസ്റ്റർ ഇങ്ങനെ ലൂസി ആന്റിയെ വിളിച്ച് ചോദിക്കുക, ലൂസി സിസ്റ്ററെ ഇങ്ങനെ അവിടുന്ന് ഒരു മോള് വിളിച്ചിട്ടുണ്ട് ഒരു സഹായത്തിന്, അവൾക്ക് അതിനുള്ള അർഹത ഉണ്ടോ, അർഹതയാണോ, അവൾ അതിന് അർഹതയുള്ളവളാണോ എന്നൊന്ന് തിരക്കേച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ആന്റി പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് നന്നായി അറിയുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞത് ആരാ? ഈ പാസ്റ്റർ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അത് നമ്മുടെ സിനി സിസ്റ്ററാണ് എന്ന് പറയാനിടയായി. അങ്ങനെ പാസ്റ്ററും ഈ ആന്റിയും എവിടെ നിന്നൊക്കെയാന്ന് അറിയത്തില്ല, എനിക്ക് 3.5 ലക്ഷം രൂപ കിട്ടി. എന്റെ കേസ് ഇന്ന് ദൈവത്തിന്റെ കരുണയാല് എന്റെ കടങ്ങളെല്ലാം ഈ 35 ലക്ഷം രൂപയും എന്റെ സ്വർഗത്തിലെ അപ്പൻ വീട്ടിൽ തന്നു. അന്ന് ഞാൻ ഒരു കൊടുവിളി, ഞാൻ ഓതരയ്ക്ക് പോകുന്ന ആ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ അന്നാ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു അമേരിക്കക്കാരുടെ വീട്ടിലാണ്, സുമിയാന്റിയുടെ വീട്ടിലാ. 7 വർഷം 3500 രൂപ വാടക കൊടുത്തിട്ട് ഒരു ചെറിയ വാടകയ്ക്ക് ആ ദൈവമക്കൾ എന്നെ അവിടെ താമസിപ്പിച്ചു. 7 വർഷം. ഞാൻ 7 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ നിന്ന് വിൽക്കണമായിരുന്നു. അതുകൊണ്ട് ഇന്നും ആന്റി കഴിഞ്ഞ മാസവും ആന്റിയെ സ്നേഹത്തോടെ എന്നെ വിളിക്കാനും, ഹല്ലേലൂയ സ്തോത്രം, ഒരു നന്മ എനിക്ക് ഇട്ട് തരാനൊക്കെ ഇടയായി. സിനി സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ ആ ഒരു സ്നേഹം 7 വർഷമായിട്ടും അവരുടെ ഉള്ളിൽ ഞാൻ ഉണ്ടല്ലോ. അത് തന്നെ ഞാനൊരു വലിയ സ്നേഹത്തോടെ ഞാൻ അവരെ ഓർക്കുന്നു, എന്നെ മറന്നില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ദൈവദാസി. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു വീട്ടിൽ ഞാൻ 7 വർഷം എൻ്റെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ താമസിക്കണേ അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും. പാമ്പ് ആയിരുന്നു. ഒരു 85 സെന്റാണോ എത്രയാണെന്ന് അറിയത്തില്ല. നല്ല വസ്തുവുള്ള ഒരു വീടാണ്. നിമിഷ നേരം കൊണ്ട് അവിടെ കാട് കയറും. എത്ര കാട് ക്ലീൻ ചെയ്താലും പെട്ടെന്ന് കാട് കയറുന്ന ഒരു വീട്. പാമ്പിന്റെ കൂട് പോലെ നല്ലൊരു പഴയ ഒരു വീടാണ്, നല്ലൊരു സൗകര്യമുള്ള ഒരു വീടാണ്. അവിടുന്ന് ഞാനിപ്പോ ഇങ്ങോട്ട് മാറിയിട്ട് 1.5 വർഷമാകാൻ പോകുന്നു. ഇവിടെ നല്ല റെന്റ് കൊടുക്കണം. ഹല്ലേലൂയ. ഈ മാസവും കൃപയാൽ ഞാൻ റെന്റ് കൊടുത്തു. ഈ നിമിഷം വരെയും നല്ല ഭക്ഷണം തന്ന്, നല്ല വസ്ത്രം തന്ന്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങളെ വളർത്താനും. എന്റെ മോൻ ഇതുവരെയും ജോലി ആയില്ല. അവൻ ചെറിയ ജോലിയൊക്കെ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തക്ക സമയത്ത് കൊടുക്കട്ടെ, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം തികഞ്ഞു എന്നൊന്നുമല്ല, പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് വാടക കൊടുക്കാൻ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. എനിക്ക് സമയം ഡേറ്റ് ആകുന്ന സമയത്ത് വാടക റെന്റ് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഈ റെന്റ് വാടകയ്ക്കൊക്കെ താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആർക്കും ആരും വിശ്വാസം ഇല്ലാത്തൊരു സമയമാണല്ലോ. എനിക്ക് റെന്റ് കൊടുക്കാനായി ഞാനിവിടെ ഒരു എല്ലാ വ്യാഴാഴ്ച ഇവിടെ കൂട്ടായ്മ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. മാർച്ച് ഈ മാസം, അടുത്ത മാസം 8 വർഷമാവും ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ച് ഞാൻ ഇറങ്ങിയിട്ട്. ഹല്ലേലൂയ. അപ്പം ഈ മാസവും ഞാൻ വാടക കൊടുത്തപ്പോ അന്ന് കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് റെന്റ് കൊടുക്കണം. റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ആരോടും പറഞ്ഞില്ല. ഇവിടെ വ്യാഴാഴ്ച കൂട്ടായ്മ കഴിഞ്ഞ് എൻ്റെ ആന്റിമാര് വീട്ടിൽ പോയി. അവരോടൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ബെഡിൽ ഇരുന്നിട്ട് എൻ്റെ അപ്പായേന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അപ്പായെന്നൊന്ന് വിളിച്ചേ ഉള്ളൂ. കരയാനൊന്നും എനിക്ക് പറ്റുന്നില്ല, കരയാൻ കഴിയുന്നില്ല എനിക്ക്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അങ്ങനെ വിളിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുക. ഞാൻ നോക്കിയപ്പോൾ 25,000 രൂപ. ഹല്ലേലൂയ. എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു ആന്റി, ആ ആന്റിയുടെ അനിയത്തി എല്ലാ വർഷവും ഇങ്ങനെ ആർക്കെങ്കിലും ദൈവദാസിമാർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യും. ആ ആന്റി ആ വർഷത്തെ 2025 കഴിഞ്ഞ വർഷം 2025 സഹായം, ആ ഒരു ദൈവദാസിമാർക്കുള്ള ആ സഹായം എനിക്കാണ് അവർ തന്നത്. ഹല്ലേലൂയ സ്തോത്രം. എനിക്കറിയത്തില്ല ഈ മാസം വരെ എൻ്റെ കർത്താവ് ഒന്നിനും മുട്ടില്ലാതെ ഈ നിമിഷം വരെ എൻ്റെ കർത്താവിനെ സ്വന്തം വീട് വാടക വീട് ആണെന്നൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ദൈവമക്കളെ, സ്വന്തം വീട് അത് അപ്പച്ചനെ എനിക്ക് ആവശ്യമാണെങ്കിൽ എനിക്ക് തരും. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ആ ഒരു ദുഃഖമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മക്കളെ കുറിച്ചുള്ള ഒരു
ഭാരമില്ല. അവർ പഠിച്ചോ പഠിച്ചില്ലയോ, അവർ ഡോക്ടർ ആകണമെന്നോ എഞ്ചിനീയർ ആകണമെന്നോ വക്കീലാകണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. അവരെന്റെ കർത്താവിന്റെ കുഞ്ഞുങ്ങളായി, ഓ ഹല്ലേലൂയ, നല്ലൊരു സുവിശേഷകരായി മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മക്കള് എൻ്റെ കർത്താവിന് വേണ്ടി ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം ഇത്രയും ഒരു സമാധാനം, ഇത്രയും ഒരു സ്വസ്ഥത ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ പ്രാണപ്രിയൻ, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ഉള്ളത്തിലുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവശബ്ദം കേൾക്കാനിടയായി. ഞാൻ ഇങ്ങനെയാ കേൾക്കുന്നത്: അവർ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. ഈ വാക്യം ഞാൻ നന്നായി വായിച്ചിട്ടുണ്ട്, പക്ഷെ ഈ വാക്യം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അത് നല്ല ഓർമ്മ എനിക്കില്ല. ഞാൻ കോരിന്ത്യരിലൊക്കെ നോക്കുക, ഈ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്നുള്ള വാക്യം 95 സങ്കീർത്തനത്തിലുണ്ട്. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം. ഞാൻ പെട്ടെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം വായിക്കാൻ തുടങ്ങി. നല്ലോണം പരിചയമുള്ള വാക്യമാ, പക്ഷെ ഇത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വായിക്കാനിടയായി. ദൈവമക്കളെ, എബ്രായർക്കെഴുതിയ ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം, 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഹല്ലേലൂയ. ആരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരുന്നത്? ഇസ്രായേൽ ജനം. ആ അടിമത്തത്തിൽ നിന്ന് കർത്താവ് ആ ചെങ്കടലൊക്കെ കടത്തി അവരെ കൊണ്ടുവരികയാണ്. മരുഭൂമിയിൽ 20 ദിവസം കൊണ്ട് എത്തേണ്ട കനാൻ ദേശത്ത് അവര് 40 വർഷം ഉഴന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവർ പിറുപിറുക്കുകയാണ്. ഞങ്ങൾക്ക് ഇറച്ചിയില്ല കഴിക്കാന്. ഞങ്ങൾക്ക് അവിടെ ചുറ്റുള്ളി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ഇറച്ചിക്കലത്തിന്റെ ചോട്ടിലാണ് ഞങ്ങള് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നിസ്സാര ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മടുത്തു. മോശയോട് പിറുപിറുക്കുക. മോശ പറയുക, ഈ ജനത്തെ ഞാനാണോ പ്രസവിച്ചത്? ഹല്ലേലൂയ. ദൈവത്തോട് സങ്കടം പറയുകയാണ് മോശ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം ആ സംഖ്യാപുസ്തകം 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഗൗരവം എത്രത്തോളമാണെന്ന് കാണാം. അങ്ങനെ 40 പേരിലേക്ക് മോശയുടെ അല്പം ആത്മാവിനെ പകരുന്നതായിട്ട് കാണാം. ഈ 40 പേരും പ്രവചിച്ചുകൊണ്ട് നടക്കുന്ന കാണാം. 2 പേര് പ്രവചനം നിർത്താതിരിക്കുന്നു. ജോഷുവ പരാതി പറയുന്നു. അപ്പം മോശ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽ എന്റെ കൂടെ വന്ന് എല്ലാവരും പ്രവചിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. നീ എന്തിനാ അസൂയപ്പെടുന്നേ? ഇവരെല്ലാരും പ്രവാചകന്മാരായ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മോശ അങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വളരെ ഇന്നത്തെ കാലം ഓർത്തിട്ട് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. മത്സരം നടക്കുക, അല്ലെ? ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ കൈത്താങ്ങുകയല്ല, അവരെ എങ്ങനെ തകർക്കണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുക. എനിക്കിത് ഓർക്കുമ്പോൾ സങ്കടം തോന്നും. കർത്താവേ, തന്റെ അഭിഷിക്തമാരാണല്ലോ അപ്പായുടെ വാക്ക് കേട്ട് അപ്പായുടെ ഹല്ലേലൂയ, സ്തോത്രം, ആ കരുണ പ്രാപിച്ച് എന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണല്ലോ. ഇന്ന് പിശാച് കയ്യിലെടുക്കുകയാണല്ലോ. ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയാറുണ്ട് ദൈവമക്കളെ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. മത്സരിക്കാനല്ലല്ലോ കർത്താപ്പച്ചൻ നമ്മളെ വിളിച്ചതില്ലേ. എന്നേക്കാൾ മറ്റൊരാൾ ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൽ ഞാൻ ഹല്ലേലൂയ, സ്തോത്രം, പ്രകാശിക്കുന്നുള്ളൂ. എനിക്ക് ചെയ്യാൻ കഴിയാത്തതും എനിക്ക് എന്റെ ശുശ്രൂഷ ഞാൻ വലിയ അറിയപ്പെട്ടവളോ വലിയ കൃപാവര പ്രാപ്തിയുള്ള ഒരാളോ ഒന്നുമല്ല. എങ്കിലും അല്പം കൃപ അപ്പച്ചൻ എനിക്ക് തന്നു. അല്പം വെളിച്ചം എൻ്റെ മേൽ പകർന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് ആന്റിമാര്, കുറച്ച് കുടുംബങ്ങള്, ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ എൻ്റെ ചേച്ചിയെ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവരാനായിട്ട് കൃപ ചെയ്തു. അവരിന്ന് കുടുംബമായിട്ട് കർത്താവിലാണ്. എൻ്റെ ബ്രദർ വിശ്വാസത്തിലാണ്, കർത്താവിൻ്റെ വേലയിലാണ്. എനിക്കൊരു ബൾബ് മാറണമെങ്കിൽ എൻ്റെ ബ്രദർ ഇവിടെ വരണം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മോൻ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ ആശ്വാസമാണ്. ദൈവസഭയിലും കുഞ്ഞുണ്ട്. എൻ്റെ ദൈവദാസനും എൻ്റെ സഭയിലെ എൻ്റെ ഒരു കൊച്ചു സഭയാ. ഒരു 10 കുടുംബമേ ഞങ്ങള്.
വളരെ ഐക്യതയോടെ സ്നേഹത്തോടെയും പോകുന്ന ഒരു ദൈവസഭ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ ദൈവസഭയിൽ ഐക്യത നഷ്ടപ്പെട്ടു പോകല്ലേ. എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന ആ ആത്മാവിന്റെ സാന്നിധ്യം, ആ ജീവൻ എൻ്റെ ദൈവസഭയിൽ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന് ഞാൻ എപ്പോഴും ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവി നിൽക്കാറുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. കാരണം എൻ്റെ വീട്ടിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണത്. ഹല്ലേലൂയ സ്തോത്രം. കൂട്ടായ്മയാണ്. എൻ്റെ അഭിഷിക്തൻ ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെങ്ങന്നൂർ ഒരു കോൾ എടുത്ത്, ഞാൻ നേടിയ ആത്മാക്കളൊന്നുമല്ല, ചിലരെയൊക്കെ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നവരുണ്ട്. ദേവദാസൻ, അവരെയൊക്കെ, ആ ദേവദാസൻ ഇന്ന് 8 വർഷമായി എൻ്റെ പാസ്റ്റർ, ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററാണ്. ദൈവമക്കൾക്ക് ഇന്നും പാസ്റ്ററെ മതി. ഹല്ലേലൂയ സ്തോത്രം. അത്രയ്ക്ക് ദൈവമക്കൾ പാസ്റ്ററെ സ്നേഹിക്കുന്നു. പാസ്റ്ററും ദേവദാസിയെ ദൈവകുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. നല്ലൊരു കർത്താവിന്റെ ദാസനെ, ഒരു അഭിഷിക്തനെ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ എൻ്റെ ഭാരത്തിലെ, എൻ്റെ കേസിലും എൻ്റെ കടഭാരത്തിലും ഒക്കെ എൻ്റെ അഭിഷിക്തനും കുടുംബവും എൻ്റെ ദൈവസഭയും എന്നെ കൈത്താങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. എന്നെ സഹായിച്ച കുറേ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഒരുപാട് സമയമായി എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. കുറേ നേരമായി സംസാരിച്ചുകൊണ്ടെങ്കിൽ സമയം നോക്കുന്നേ ഇല്ല. കാരണം വേറൊരു ആള് സാക്ഷ്യം പറയാനായിട്ട് അവസരം തരുമ്പോൾ അവർ ടൈം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദേവദാസനും ദേവദാസിയും നിർത്താൻ പറയുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ഓർക്കുവാണെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. പല പ്രാവശ്യം മരണദൂതൻ അടുത്ത് വരിക. കടഭാരം മാത്രമല്ല, രോഗം. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മോന് സർജറി. അച്ഛന് ഒരു 10,000-10,000 രൂപ വേണം മാസം മെഡിസിന്. അച്ഛന് ഒരു 33.5 വയസ്സിൽ ആദ്യത്തെ അറ്റാക്ക് എൻ്റെ അച്ഛന് വന്നത്. 44 വയസ്സിലാണ് അച്ഛൻ കർത്താവിന്റെ സന്നിധിയിൽ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വേണ്ടി ഒരുപാട് ആത്മാക്കൾ നേടിയ എൻ്റെ അച്ഛന് ഞാനിങ്ങനെ ചിന്തിക്കും, ചിലരിങ്ങനെ പറയും, നാളെ ഒരു ദിവസം ഈ സ്വസ്ഥതയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ ഇങ്ങനെ കേട്ടല്ലോ. അപ്പൊ ഈ വചനമൊക്കെ ഇടവിട്ട് ഇത് കേട്ടേച്ച് പിറ്റത്തെ ദിവസം ഞാനൊരു വീട്ടിൽ ശുശ്രൂഷിക്കാൻ പോകും. ആ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാനൊരു വെളിപ്പാട് കാണുക. ഒരു വീട്ടിലെ ഒരു മമ്മി മരിക്കാറായി കിടക്കുക. അപ്പൊ ഈ മമ്മി സമുദായത്തിൽ വിശ്വാസത്തിലല്ല. അപ്പൊ ഈ മമ്മിക്ക് നല്ല പ്രായമുണ്ട്. ഈ മമ്മിയുടെ വീടിന് ചുറ്റും, ഈ വീടിന്റെ അകത്തും പുറത്തും ഒക്കെ കുറെ ദുരാത്മാക്കൾ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര ദുർഗന്ധം വരുന്നുണ്ട്. അവിടുന്ന് ഒരു മാലിന്യമൊക്കെ കൂട്ടിയിടുന്ന ഒരു സ്ഥലം പോലെയാണ്. നല്ല പേരുകേട്ട ഒരു വീടാണ്. ഭയങ്കര സാമ്പത്തികമായിട്ട് ഉയർന്നൊരു കുടുംബമാണ്. ആ മമ്മിയെ മക്കൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ജോലിക്കാരുണ്ട്, മമ്മിയെ 2 വേലക്കാരൊക്കെയാ മമ്മിക്ക്. അത്രയ്ക്ക് ഇതായിട്ട് കുഞ്ഞുങ്ങള് മമ്മിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മമ്മിയെ കൊണ്ടുപോവാൻ ആയിട്ട് വന്ന് നിൽക്കുന്നവരെ കണ്ടപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ പഴയതൊക്കെ പെറുക്കാനായിട്ട് വന്ന് നിൽക്കുന്ന കുറച്ച് സഹോദരങ്ങളുണ്ടല്ലോ, അവരെ പോലെ ദുർഗന്ധം വമിക്കുന്ന കുറെ പേര് വന്നിരിക്കുക. അപ്പം അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ കൃപയിൽ, ഹല്ലേലൂയ സ്തോത്രം, ഈ കൃപാവരത്തിൽ, ഈ കൃപയിൽ നിൽക്കുന്നില്ല എങ്കിൽ, ആ സ്വസ്ഥതയിൽ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നില്ല എങ്കിൽ, ഈ വചനം പ്രമാണിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ആർക്കും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, വിനോദ് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. വിനോദ് ഇത്ര കടം ഉണ്ടാക്കി ഈ പിള്ളേരെ മര്യാദരാക്കി പോയേക്കുന്നു. വിനോദ് ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. എത്ര ആത്മാക്കളെ നേടിയെന്ന് പറഞ്ഞാലും വിനോദ് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുക. അച്ഛൻ പോയിട്ടും അച്ഛനെ വെറുതെ വിടുന്നില്ല. ഞാനിങ്ങനെ കരഞ്ഞോണ്ട് ഒരു സഭയോട് ചോദിക്കുക, അപ്പായേ, എൻ്റെ അച്ഛൻ സ്വർഗത്തിൽ പോയോ? എന്നെ ഒന്ന് കാണിക്കട്ടെ. ഞാൻ ഒരു ദിവസം ഒരു ദർശനം കാണുക. ഒരു വീടിന്റെ ഒരു 2 ബെഡ്റൂം കാണും. കുറെ ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂം എന്നെ ശരിക്കും കാണിക്കുന്നുണ്ട്. വരാന്തയുണ്ട്, കിച്ചണുണ്ട്. ഞാൻ ഈ കിച്ചണിലും വരാന്തയിലും ഇങ്ങനെ പുറത്തോട് നടക്കും. അച്ഛന് കിടന്നുറങ്ങിയാൽ മതിയല്ലോ, അച്ഛനൊന്നും അറിയണ്ടല്ലോ, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക, വേദനിക്കുക, എന്തെല്ലാം ജോലിയാ ഞാൻ ചെയ്യണ്ടേ, ഞാൻ എന്തെല്ലാം കാര്യം ചെയ്താലൊക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്തോട് ഇങ്ങനെ വരാന്തയിൽ കൂടെ നടക്കുക. അപ്പൊ അച്ഛൻ ഒരു ബെഡിൽ സുഖമായിട്ട് ഉറങ്ങും. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചുരുണ്ടുകൂടിയാ ഉറങ്ങുന്നത്. അപ്പൊ അച്ഛൻ ഇവിടെ കിടക്കുന്ന ആ കിടപ്പ് ഇങ്ങനെ കിടക്കുക. അപ്പൊ അച്ഛൻ എന്നോട് പറയാ, നീ ഒന്നും മിണ്ടാതിരിക്കടി, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഹല്ലേലൂയ.
അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അച്ഛൻ വിശ്രമ സ്ഥലത്താണെന്ന്. ഹല്ലേലൂയ. അതിന്റെ തൊട്ടടുത്ത് റൂം, ആ റൂമിൽ ഒരു അച്ഛനെ കാണിക്കുക. എന്റെ അച്ചായും വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരു അച്ഛനും. അപ്പൊ ഈ അച്ചായന് എന്റെ അച്ചായനെ ഒരുപാട് വേദനിപ്പിച്ചു. കാരണം എന്നാന്ന് വെച്ചാല് എന്റെ അച്ഛൻ അറിയാതെ എവിടെയോ പോയി സ്നാനപ്പെട്ടിട്ടൊക്കെ വന്നിട്ട് അച്ഛനോട് പറഞ്ഞില്ല. അപ്പൊ കുറെ നാൾ കഴിഞ്ഞ് എന്റെ അച്ഛൻ അതറിഞ്ഞപ്പോ എന്റെ അച്ഛന്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരം. അയ്യോ, ഞാൻ ഇത്രയും കഷ്ടത അനുഭവിച്ച് ഒരു വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് സ്നാനപ്പെടുന്ന പോലെ എന്നോട് പറഞ്ഞില്ലല്ലോ, എവിടെയോ ദൂരെ പോയി സ്നാനപ്പെട്ടൊക്കെ വന്നു. അപ്പൊ ഈ അച്ഛൻ ഭയങ്കര ദ്രോഹിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അല്ലാതെ നമുക്കൊരു ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ അച്ഛൻ അടുത്ത ബെഡ്റൂമില് അച്ഛൻ കിടക്കും, എഴുന്നേക്കും. എന്തോ ശരീരത്തിലൂടെ ഇങ്ങനെ അരിക്കുന്ന പോലെ ഈ അച്ഛൻ ദേഹം മൊത്തം ചൊറിയുന്നു, മാന്തുന്നു, പിന്നെ കിടക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റ് നടക്കുന്നു, ഭയങ്കര വിയർത്തിങ്ങനെ ഒഴുകുന്ന പോലെ ഒരു അസ്വസ്ഥനായിട്ട് ഒരു റൂമിനകത്ത് ഇങ്ങനെ നടക്കുകയാണ്. അതേ സ്ഥാനത്ത് എന്റെ അച്ചായൻ ആ ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് എന്നോട് പറയാ, നീ ഒന്നും മിണ്ടാതിരിക്കും, എന്നെ ശല്യം ചെയ്യല്ലേ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. അന്നേരമോ എനിക്ക് മനസ്സിലായി, എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഇനി ആരെന്തോ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, എന്റെ അച്ഛൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം വായിക്കുമ്പോൾ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ ദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമുക്കൊരിക്കലും അത് നമുക്ക് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 23 മുതൽ 29-ാം വാക്യം വരെ വായിക്കുമ്പോൾ അല്ലേ, കർത്താവ് പറയുന്നുണ്ട്, 7-ാം ദിവസം സ്വസ്ഥത, നിങ്ങൾ വിശ്രമിക്കണം. ഹല്ലേലൂയ. അന്ന് നിങ്ങൾ മഞ്ഞയൊന്നും പെറുക്കണം, നിങ്ങൾ വിശ്രമിക്കണമെന്ന്. ഹല്ലേലൂയ. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴം കഴിച്ചിട്ട് ആരും തൂമ്പയെടുത്തോണ്ട് കിളയ്ക്കാനായിട്ട് ഇറങ്ങത്തില്ല, പിന്നെ വിശ്രമമാ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വാഴുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം സ്വസ്ഥതയുള്ളതായിരിക്കും. ഇന്ന് എൻ്റെ ബാധ്യതകളെല്ലാം മാറി. ഇന്ന് എൻ്റെ വീട്ടിൽ വരുന്നത് കടക്കാരല്ല, ഇന്ന് എൻ്റെ വീട്ടിൽ വരുന്നത് പ്രാർത്ഥിക്കാനുള്ള ദൈവകുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സമയം ഈ ഭിത്തിയെ കൂടെ ചാരി നടന്ന ഒരു സമയമുണ്ട് ദൈവമക്കളെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല. വീട്ടുകാരെല്ലാം വേദനിപ്പിച്ചു വന്നു, വീട്ടുകാരില്ല. ഇവിടെ അച്ചായന്റെ വീട്ടില് അവിടെ ഒന്നുമില്ല. അവിടെ അച്ചായനും എൻ്റെ ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറും ചേച്ചി നേഴ്സുമാരും. ചേച്ചി ഇപ്പം ജോലിയൊക്കെ വിട്ടപ്പോ ഒരു സ്റ്റിച്ചിങ് സെന്റർ പോലെ നടത്തി, രണ്ടുപേരും ഇങ്ങനെ അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് ഞങ്ങളെ സഹായിക്കാനോ ഞങ്ങളുടെ കടഭാരം വീട്ടാനോ ഒന്നും പറ്റത്തില്ല. ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിച്ചു. ഞാൻ എൻ്റെ സാക്ഷ്യം അധികം ഒന്നും പറഞ്ഞില്ല. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് കർത്താവ് നടത്തിക്കൊണ്ട് പോകുന്ന വിധം മഹിമ കണ്ട സാക്ഷികൾ. എൻ്റെ കർത്താവ് ആരെങ്കിലും പറയുന്ന കേട്ട സാക്ഷ്യമല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതാനുഭവമാ. അപ്പായേന്നൊന്ന് വിളിച്ചാൽ മതി, എൻ്റെ കർത്താവിനെ നടത്തും. ഒരു ദിവസം ഞാൻ ഈ ഒരു സാക്ഷ്യം അനേകരോട് പറഞ്ഞിട്ടുള്ളതാ. ഒരു ചെറിയൊരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം. ഒരു ദിവസം എനിക്കൊരു 5000 രൂപ ആവശ്യമുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് കർത്താവിനോട് പറയാം, അപ്പായെ എനിക്കൊരു 5000 രൂപ വേണമല്ലോ, ഞാൻ അടുക്കളയിലാണ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പായെ എനിക്കൊരു 5000 രൂപ വേണമല്ലോ, എൻ്റെ അപ്പ എനിക്ക് തന്നായിരുന്നു ഈ കൊള്ളാമായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നു. നോക്കിയപ്പോ 5000 രൂപ. ഹല്ലേലൂയ. ഇങ്ങനെയാ എൻ്റെ അപ്പ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ അപ്പ എന്റെ കൂടെയാ. ഹല്ലേലൂയ. യോഹന്നാൻ മാർവോട് ചേർന്ന് കിടന്നതുപോലെ ഞാനും ആ മാർവോട് ചേർന്ന് കിടക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി സുവിശേഷം 10:1 വായിക്കുമ്പോൾ ഒന്നാമൻ പത്രോസ് അല്ലേ. ഹല്ലേലൂയ. ആ പത്രോസിനെ വിളിച്ചു വേർതിരിക്കുന്ന ഭാഗം യോഹന്നാൻ 21 പിന്നെ യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവെ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നീ എൻ്റെ ആടുകളെ മേയ്ക്കാം.
ഹല്ലേലൂയ. എന്തിനാണ് കർത്താവിനെ സ്നേഹിച്ചാൽ എന്തിനാണ് അപ്പ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്? എന്താണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അപ്പായുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനാ. അപ്പായുടെ ആ വെളിച്ചം നമ്മളിൽ നിന്ന് അനേകർ കാണാനാ. ആ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ നല്ല പ്രവൃത്തി വെളിച്ചം, ഹല്ലേലൂയ, മറ്റുള്ളവർ കാണണം അല്ലേ? അതില് നല്ല ആ വെളിച്ചം നമ്മളിൽ സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഹല്ലേലൂയ, വെളിച്ചത്തിന്റെ ഫലം അവിടെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ മത്തായി സുവിശേഷം 5:16, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആർക്കെങ്കിലും വേദനയായോ സങ്കടമായോ ഒന്നും അറിയത്തില്ല, ഒന്നും ഹൃദയത്തിൽ വെച്ചോണ്ടല്ല. എല്ലാരെയും സ്നേഹിക്കണം എന്നാണ് നമുക്കിഷ്ടം. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകക്കാരനല്ലായതുകൊണ്ട് ലോകം എന്നെ പകയ്ക്കുന്നു, നിങ്ങളും ലോകക്കാരല്ലായതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ഈ ലോകം നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിലോട്ടുള്ള വഴി ഇടുക്കവും ഞെരുക്കുമാ, അത് കണ്ടെത്തുന്നവൻ ചുരുക്കമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ അപ്പായുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ നീതി, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ മേൽ വെളിപ്പെടണം. ആ സ്വസ്ഥത, ആ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ ക്രിസ്തുവിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂദാസ് കർത്താവിന്റെ ശിഷ്യനായിരുന്നു അല്ലേ? ആ 12 പേരെയും കർത്താവ് സ്നേഹിച്ചു. 12 പേരുടെ കാല് കഴുകുന്ന ഒരു ഭാഗമുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ അല്ലേ? 13-ാം അധ്യായത്തിൽ കാല് കഴിയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നീ എന്റെ കാല് കഴുകുന്നു, അപ്പൊ നീ എന്റെ കാല് കഴുകരുത്. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ കാല് കഴുകുക, ഞാൻ നിനക്ക് എന്നോട് കൂട്ടായ്മയില്ല. അപ്പൊ പറയാം, എന്റെ തലയും കൂടെ കഴുകുന്നവൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കുളിച്ച് നിൽക്കുന്നവന് കാല് മാത്രം കഴുകിയാ മതി, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അതിന്റെ താഴെ പറയാ, എല്ലാവരും അല്ലതാനും. അപ്പൊ ആരെ ഓർത്താ? യൂദാസിനെ. ഒരിക്കൽ പോലും യൂദാസിനെ കർത്താവ് മാറ്റി നിർത്തിയിട്ടില്ല. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ നിന്ന് ആ പണസഞ്ചി മേടിച്ച് യോഹന്നാന്റെ കയ്യിലും കൊടുത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഇവൻ ശരിയല്ല, ഇവൻ എന്നെ ഉച്ച കൊടുക്കാൻ പോകുന്നവനാ എന്ന് കർത്താവിന് അറിയാം. ഒരിക്കലെങ്കിലും അപ്പച്ചൻ അവനെ മാറ്റി നിർത്തിയിട്ടില്ല. ഒരു പന്തിയിൽ നിന്ന് പോലും അവനെ മാറ്റി നിർത്തിയിട്ടില്ല. ആ പണസഞ്ചി അവന്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ആയിരിക്കണം നമ്മളുമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് സമയമെടുത്തു, എനിക്കറിയാം. ദേവദാസിക്ക് ബുദ്ധിമുട്ടായോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. മുക്കാലും പകുതിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും എഴുതി വെച്ചോണ്ടൊന്നും അല്ല കയറിയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വെളിച്ചമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ, മലമേലിരിക്കുന്ന പട്ടണം പോലെ അനേകരും നമ്മുടെ വെളിച്ചത്തിൽ നടക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സഹായിക്കട്ടെ സിസ്റ്ററെ. ഒത്തിരി നല്ല ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും കർത്താവ് കൂടിയിരുന്നു, കരം പിടിച്ച് വഴി നടത്തി. ഞാനെപ്പോഴും പാടുന്ന ഒരു വരിയാണ്, അപ്പായൻ കൂടെയുണ്ടെങ്കിൽ, അപ്പായൻ കരം പിടിച്ചാൽ വഴുതുകില്ലൊരിക്കലും ഞാൻ. അപ്പ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴുതി വീണു പോകാൻ ഇടവരത്തില്ല. അപ്പയൻ കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടുകയില്ല ഞാൻ. കർത്താവ് യേശോപ്പ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെ നേരിടുവാനിടയായിത്തീരും. ഏറ്റവും വലിയ പ്രത്യാശയുള്ളൊരു കാര്യം, ഇന്ന് എന്ന ഒരു ദിവസം നമുക്കായി ശേഷിക്കുന്നു. നാം എഴുതി തള്ളപ്പെട്ടവരല്ല. ഒരു അവസരം കൂടെ നമുക്കായി ശേഷിക്കുന്നു എന്നുള്ളതാണ് ഈ എബ്രായ ലേഖനത്തിലെ വാക്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഇന്നലെ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ തീർന്നല്ലേ? ഇന്നലെ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ തീർന്നു. എന്നാൽ അങ്ങനെയല്ല. എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ഇന്ന് എന്ന ഒരു ദിവസം നമുക്കായി ശേഷിക്കുന്നു. കഴിഞ്ഞു പോയിട്ടില്ല. അവസരങ്ങൾ ഇനിയുമുണ്ട്. മടങ്ങി വരുവാനും ദൈവകൃപ അനുഭവിപ്പാനും കർത്താവിനായി പ്രയോജനപ്പെടുവാനും ഒത്തിരി അവസരങ്ങൾ കർത്താവ് പിന്നെയും വെച്ച് നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ വാക്യം മറക്കരുത്. അതുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ക്രിസ്തുയേശുവിലെ ആ ലാക്കിലേക്ക് വിരുദ്ധനായി ഓടുന്നു. പിൻപിലുള്ളത് എന്ന് പറയുമ്പോൾ ഇന്നലകളെ മറക്കുക, ഇന്നലകളിലെ പരാജയങ്ങളെ മറക്കുക, ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങളെ മറക്കുക, ഇന്നലകളിലെ നമ്മുടെ എല്ലാ വീഴ്ചയും മറക്കുക.
എന്നിട്ട് അപ്പൻ പറയുകയാണ്, ഇന്ന് എന്ന ഒരു ദിവസം നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. യേശുവതാ പറഞ്ഞത് കേട്ടോ, നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ഓരോ ദിവസത്തേക്ക് അന്നന്നത്തേക്കുള്ള ദോഷം മതി. ഇന്നെന്ന ദിവസത്തിനാണ് വേദപുസ്തകത്തിൽ എപ്പോഴും പ്രസക്തിയുള്ളത്. നാളെ ഞാൻ രക്ഷിക്കപ്പെടാം, നാളെ നന്നായിട്ട് ജീവിക്കാം, നാളെ ചർച്ചിൽ പോകാം എന്ന് പറയാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്ന ദിവസം നമുക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. അതാ വേദവസം പറയുന്നത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നാളെയാണെന്നല്ല, ഇന്നലെ കഴിഞ്ഞു പോയെന്നല്ല, ഇന്നാകുന്നു സുപ്രസാദകാലം. ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കെല്ലാം കർത്താവ് നമ്മുടെ കയ്യിലേക്ക് വെച്ച് നീട്ടിത്തരുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ഇന്നെന്ന ദിവസം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ദിവസം നൽകി. പുതിയ ദിവസം പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്നലെ വരെ നന്നായി ജീവിക്കാൻ പറ്റിയില്ല, ഇന്നലെ വരെ ദൈവഹിതം നിവർത്തിക്കപ്പെടുവാൻ പറ്റിയില്ല, ഇന്നലെ വരെ വിശ്വസ്തരായി ജീവിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്നെന്ന ദിവസം ദൈവം വെച്ച് നീട്ടി നൽകുമ്പോൾ, കർത്താവ് ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. പലരും പറയാറുണ്ട്, കർത്താവെ എങ്ങനെയാ ഈ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്? വലിയ ബുദ്ധിമുട്ടാണല്ലോ, എങ്ങനെയാ സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ടത്? വളരെ സിമ്പിൾ, ഓരോ ദിവസവും അന്നന്നത്തേക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇന്ന് ജീവിക്കാനുള്ള കൃപ തരണം, ഇന്ന് നീ എന്നെ കൈപിടിച്ചോണം, ഇന്ന് വിശ്വാസത്തിൽ എന്നെ നിർത്തണം, ഇന്ന് വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കണം, ഇന്ന് എന്തൊക്കെ ഞാൻ ചെയ്തു, എവിടെയൊക്കെ പരാജയമുണ്ട്, അതെല്ലാം ക്ഷമിക്കണേ അപ്പ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു സ്വയം ശോധന, ഒരു കണക്കെടുപ്പ് നടത്തുക. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ക്രിസ്തീയ ജീവിതം വളരെ സുഖമാണ്, വളരെ സുഖമാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പറയാം. എബ്രായ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ ആവർത്തിച്ചു പറയുന്ന പദമാണ് മുറുകെ പിടിക്കുക. 3-ലും 4-ലും മുറുകെ പിടിക്കുക. ഇന്നെന്ന ദിവസം നമുക്കായി ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയഞ്ഞ സമീപനമല്ല, മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. കർത്താവിൻ്റെ കൈ മുറുകെ പിടിച്ചോണം കേട്ടോ. കഴിഞ്ഞ സൺഡേയിലോ അതിൻ്റെ മുമ്പിലത്തെ സൺഡേയിലോ ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മുടെ കൈ പിടിച്ചാൽ മതി, നമ്മൾ കർത്താവിൻ്റെ കൈ പിടിക്കണ്ട. നമ്മൾ കർത്താവിൻ്റെ കൈ പിടിച്ചാൽ, ഒരു കൊച്ചു കുഞ്ഞ് അപ്പനോട് പറഞ്ഞതാ, അപ്പം പറഞ്ഞു, മോനെ എൻ്റെ കൈ മുറുക്കെ പിടിച്ചോണം കേട്ടോ നടക്കുമ്പം. കുഞ്ഞ് പറഞ്ഞു, അപ്പ എൻ്റെ കൈ പിടിച്ചാൽ മതി, കാരണം ഞാൻ അപ്പയുടെ കൈ പിടിച്ചാൽ ഞാൻ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ എൻ്റെ കൈ ആയും ഞാൻ വീണുപോകും. പക്ഷേ അപ്പയാണ് എൻ്റെ കൈ പിടിക്കുന്നതെങ്കിൽ അപ്പയുടെ ബലമുള്ള കയ്യിൽ ഞാൻ സുരക്ഷിതനായിരിക്കും. തട്ടിയാലും വീണുപോകാതെ അപ്പ താങ്ങും. ക്രിസ്തീയ ജീവിതം അങ്ങനെ കേട്ടോ. നമ്മൾ അപ്പയുടെ കൈ പിടിച്ച് നടക്കുകയല്ല, അപ്പ എൻ്റെ കൈ പിടിച്ച് എന്നെ നടത്തുകയാണ്. വീഴാതെ വണ്ണം നമ്മെ തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ എന്താ മുറുകെ പിടിക്കേണ്ടത്? ആ വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു പോവുകയാണ്. സിസ്റ്റർ, ആ വിഷയം അത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതുകൊണ്ട് ദൈവമക്കൾക്കതൊരു അനുഗ്രഹമായി തീരട്ടെ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. എന്താ മുറുകെ പിടിക്കേണ്ടത്? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം മുറുകെ പിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളൊരു ഹോപ്പുണ്ട് കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ, ഏറ്റവും വലിയ പ്രത്യാശ. ആ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. അപ്പോൾ കർത്താവിനെ, മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചു കൊള്ളണം. അതുപോലെ 14-ാം വാക്യം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ. അപ്പോൾ വിശ്വാസം മുറുകെ പിടിക്കണം. നാം നിത്യതയിലെത്തുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം അണുവിട ചലിക്കാതെ മുറുകെ പിടിച്ചോണം. ഒരു വാക്യം കൂടെ അങ്ങ് പറയാം. 4-ാം അധ്യായത്തിലാണ് 14-ാമത്തെ വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മലയാളത്തിൽ സ്വീകാരം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് കൺഫെഷൻ എന്നാണ്, ഏറ്റുപറച്ചിൽ. നാം എന്താണ് കൺഫസ് ചെയ്തിരിക്കുന്നത്? നാം എന്താണ് ഏറ്റുപറഞ്ഞിരിക്കുന്നത്? നാം ഏറ്റുപറഞ്ഞിരിക്കുന്നത്, ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു, അവനാണ് എൻ്റെ രക്ഷിതാവ്, അവൻ്റെ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ യേശു ക്ഷമിച്ചിരിക്കുന്നു,
അവൻ എൻ്റെ കർത്താവാണ്. ഹീസ് മൈ ലോർഡ് ആൻഡ് മാസ്റ്റർ. എൻ്റെ കർത്താവും എൻ്റെ യജമാനനുമായി ഞാൻ അവനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ സ്വീകാരം, അതിനാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. അത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് അത് ഏറ്റുപറഞ്ഞിട്ട് ഇന്ന് നമ്മൾ സംശയത്തോട് പറയുക യേശു രക്ഷിക്കുമോ, എനിക്ക് സംശയമെന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ അവസാനത്തോളം വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ ഇന്നെന്ന ദിവസം നമുക്കായി ശേഷിച്ചിരിക്കുന്നു, നാം സ്വസ്ഥതയിൽ പ്രവേശിക്കും. അതുപോലെ സിസ്റ്റർ പറഞ്ഞൊരു വാക്യം, യെശയ്യാവ് 43:3 വാക്യം സിസ്റ്റർ പറഞ്ഞു, നിനക്ക് പകരം ഞാൻ ജാതികളെ നൽകുമെന്ന വാക്യം. എനിക്കറിയില്ല സിസ്റ്ററെ, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് തുടർമാനം നമ്മുടെ സാക്ഷ്യങ്ങൾക്കകത്തൊക്കെ ആ വാക്യം വരുന്നു. 2 ആഴ്ച മുമ്പ് ഞാൻ ഏതോ ഒരു സാക്ഷ്യത്തിന് ആ വാക്യം വായിച്ചു. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ആ സാക്ഷ്യം ആ വചനം ഞാൻ പ്രസംഗിച്ചു. അതിന് മുമ്പ് ഒരു 3-4 മീറ്റിങ്ങിന് അതേ വാക്യം തന്നെ ആവർത്തിച്ച് നമ്മുടെ ടെസ്റ്റിമണി സെഷൻസിന്, എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ വേളകളിലൊക്കെ ആ വാക്യം വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരോടൊക്കെയോ ആ വാക്യം പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. യെശയ്യാവ് 43:1 മുതൽ വായിക്കുമ്പോൾ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമാകുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കുന്നു, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായിരിക്കിയാൽ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാ വചനം നമുക്ക് പകരമായിട്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നമുക്ക് പകരമായിട്ട് കർത്താവ് ജാതികളെ കൊടുക്കുന്നത്? നമ്മൾ അത്രയ്ക്ക് വിലയേറിയവരാ. നമ്മളെ നഷ്ടപ്പെടുത്താൻ കർത്താവിന് മനസ്സില്ല. അത്രയ്ക്ക് കർത്താവിന് നമ്മൾ വിലയേറിയവനാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരോടൊക്കെയോ ഇന്ന് രാത്രി ഈ സമയത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, നിങ്ങൾ പ്രഷ്യസ് ആണ്, കർത്താവിൻ്റെ കരങ്ങളിൽ വിലയേറിയവരാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ എറിഞ്ഞു കളവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കുശവന് കളിവെണ്ണുമേൽ അധികാരമുള്ളതുപോലെ ഒരു പുതിയ പാത്രമായി, നല്ലൊരു പാത്രമായി ഉടച്ചു വാർക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരെ അവൻ കരങ്ങളെ നീട്ടുകയാണ്. യേശു കർത്താവ് ഇന്ന് നമ്മോടും പറയുകയാണ്, ഇന്ന് എന്ന ദിവസം മകനെ മകളെ നിനക്കായി ശേഷിക്കുന്നു. ഇന്ന് വൺ മോർ ഡേ, ഒരവസരം, ഒരു ചാൻസ്, ഒരു ദിനം കൂടെ നിനക്കായി ശേഷിക്കുന്നു. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ചെന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സിനി സിസ്റ്റർ എന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു അപ്പായേ. ഈ വിലയേറിയ സമയത്തിനായി സ്തുതിക്കുന്ന അപ്പായേ. അടിയങ്ങൾ ഒരുമിച്ച് ആ പാതപീഠത്തിലേക്ക് ചേർന്ന് വരിക. പ്രിയാഭിഷിക്തനെ ദാസിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അഭിഷിക്തത്തിലൂടെ എൻ്റെ കർത്താവ് ചെയ്തെടുക്കുന്ന ഈ കൂടിവരവിനെ, ഈ കൂട്ടായ്മയെ കർത്താവ് അനുഗ്രഹിക്കണമേ. അനേകർക്ക് അത് ആശ്വാസമായി മാറട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചാനലിലൂടെ വെളിപ്പെടട്ടെ. ദൈവം മഹത്വം വെളിപ്പെടട്ടെ കർത്താവെ. അടിനെ പോലെ അനേകര് കടന്നു വന്ന് അവിടുത്തെ വെളിച്ചമായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ഈ സാക്ഷ്യം കേട്ട ഹല്ലേലൂയ ഞങ്ങളുടെ പ്രേക്ഷകരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. പ്രേക്ഷകരെ ക്രൂശിന്റെ ചോട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പായെ. ഹല്ലേലൂയ. സാക്ഷ്യം കേട്ട ഓരോ മക്കളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ജീവൻ അവരുടെ ഉള്ളത്തിൽ വ്യാപരിപ്പാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. കടഭാരം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗത്താൽ ഞെരുങ്ങുന്നവരുണ്ടെങ്കിൽ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഈ സത്യം അറിഞ്ഞിട്ട് ഈ സത്യത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു എന്ന് എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ. അവരുടെ ചില ബന്ധനങ്ങളെ അഴിച്ച് ഹല്ലേലൂയ അവരെ ആത്മാവിൽ സ്വതന്ത്രരാക്കണമെന്ന്, അനുഗ്രഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയ മിനിസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദാസനെയും ദാസിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. മഹത്വം അങ്ങേക്ക്. ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ പ്രവൃത്തിയെല്ലാം അങ്ങേക്ക് പ്രസാദമായി തീരുവാനിടയാകണമേ.
അസ്വസ്ഥതയിൽ ഞങ്ങളെ പ്രവേശിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. എന്റെ കാന്ത കെട്ടിയടച്ച തോട്ടത്തിലാ. ആ തോട്ടത്തിൽ ഹല്ലേലൂയ, ആ സുഗന്ധമായിരിക്കുന്ന വറ്റിപ്പോകാത്ത നീരുറവുള്ള ആ ഫലപുഷ്ടിയുള്ള ആ തോട്ടത്തില് ഞങ്ങളെ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനുമാകും. ആ പിതാവ് തോട്ടക്കാരനായ ആ കർത്താവാകുന്ന മുന്തിരിവള്ളിയുടെ ശാഖയായി, നല്ല ഫലം കായ്ക്കുന്ന ശാഖയാക്കി എന്റെ സ്വർഗം ഞങ്ങളെ തീർത്തിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദി പറയും. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. ചെയ്യുന്നതെല്ലാം ക്രിസ്തുവേശുവിൽ ചെയ്യുവാൻ, അങ്ങ് മഹത്വം എടുക്കുവാനിടയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കണം. ഈ ചാനലിലെ ഈ ശുശ്രൂഷ കർത്താവേ, അങ്ങ് മഹത്വം എടുക്കുവാൻ, ഇത് തികയ്ക്കുവാൻ ഹല്ലേലൂയ എന്റെ മക്കൾക്ക് ഹല്ലേലൂയ കൃപ കൊടുക്കണമേ. അടിയങ്ങളെ ബലപ്പെടുത്തണമേ. സമ്പൂർണമായി സമർപ്പിക്കുന്നേ രാജാവേ. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പ്രിയപിതാവ് കേൾക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ, കാവൽ നാം എല്ലാവരുടെ പേരിലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിനിസിസ്റ്ററുടെ മേൽ, തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ ശുശ്രൂഷ എല്ലാ മേഖലയിലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നന്ദി പാസ്റ്റർ. താങ്ക് യു സിസ്റ്ററെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേക പ്രിയമുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ സിസ്റ്റർ സാക്ഷ്യത്തിൽ കൂടെ സംസാരിച്ചു ഇടപെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്പർ തന്ന മിനി സിസ്റ്ററോടുള്ള നന്ദി, സ്നേഹം ഇപ്പോൾ അറിയിക്കുകയാണ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നു പാസ്റ്ററെ, സിസ്റ്ററെ. നന്ദി പറയുന്നു. പ്രിയ മിനി സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളം സഹായിക്കട്ടെ. എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.